വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 23-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഒക്ടോബർ മാസം 2025 15-ാം തീയതി നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 22 ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവുമാണ്. 23-ാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കാൻ തുടങ്ങുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം 22 അധ്യായങ്ങളാണ്. അതിലെ 2 അധ്യായങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ 22 ക്ലാസ്സുകളിലൂടെ നടക്കുവാനിടയായിട്ടുള്ളത്. ഇന്ന് നാം 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 7 സഭകളോടുള്ള ദൂതിൽ അരുളിച്ചെയ്തതിലെ 5-ാമത്തെ സഭയാണ് സർദീസിലെ സഭ. അപ്പോൾ സർദീസിലെ സഭയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിനയക്കുന്ന ക്രിസ്തു സഭയെ വിശകലനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് ഇതിലെ ഓരോ വാക്കുകളും. അപ്പം അതിൽ നമ്മൾ ഈ സഭകളെക്കുറിച്ചുള്ള പഠനത്തിൽ നാം ശ്രദ്ധിക്കുന്നത് 7 ഘടകങ്ങളുള്ള ക്രമത്തിലുള്ള ഒരു പഠനമാണ് നടക്കുന്നത്. അതിൽ 1-ാമത്തെ ഭാഗം അഭിസംബോധനയാണ്. സഭകളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതിൽ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് അഭിസംബോധന ചെയ്യുന്നത് ആരാണെന്ന്, അല്ലെങ്കിൽ ദൂത് ആരാണ് കൈമാറുന്നത് എന്നുള്ളതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സഭകൾക്കും അങ്ങനെ ആ ഘടനയിലാണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഇതിന്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ഇതേക്കുറിച്ച് ആമുഖ അധ്യായത്തിൽ നാം ചിന്തിച്ചിരുന്നു. കർത്താവിന്റെ വലങ്കയിൽ 7 നക്ഷത്രവും അവനെ 7 ആത്മാവിനെ കുറിച്ചും നാം ചിന്തിച്ചിരുന്നതാണ്. അപ്പോൾ ആത്മാവാം ദൈവത്തിന്റെ സമ്പൂർണതയെ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ 7 ആത്മാവ് എന്നിവിടെ അഭിസംബോധന വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. ഈ 7 ആത്മാക്കൾ ഏതാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം ഇതിനു മുമ്പ് എഴുതിയ പിന്മഴ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്ന് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. 7 ആത്മാക്കൾ, 6 ആത്മാക്കളെ കുറിച്ചാണ് യശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 7-ാമത്തെ ആത്മാവ് എന്താണെന്ന് കൂടി പറഞ്ഞ് 7 ആത്മാക്കൾ ഏതാക്കിയാണെന്നുള്ളതിൻ്റെ ഒരു വെളിപ്പാട് അവിടെ കൊടുത്തിട്ടുണ്ട്. അറിയാം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കുറിച്ച് യശയ്യാപ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് 11-ാം അധ്യായത്തിലാണ്. അപ്പം അത് എന്തൊക്കെയാണ് ഇപ്പം ഇത്രയും പറഞ്ഞപ്പം നിങ്ങൾക്ക് അതേക്കുറിച്ചൊരു ചിന്ത വരും. അതൊന്ന് എന്താണെന്ന് അറിയാം, 7 ആത്മാക്കൾ എന്താണ് എന്ന് അറിയാം. ഞാനത് ഇതിനു മുമ്പുള്ള ഭാഗത്ത് എടുത്തെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇപ്പോൾ സംശയം വരും. സാധാരണ എത്ര പഠിച്ചാലും പിന്നെയും നമുക്കതൊന്ന് അങ്ങോട്ട് പെട്ടെന്ന് ഓർത്തിരിക്കാൻ കഴിയത്തില്ല. ഞാൻ വേഗത്തിലൊന്ന് പറയാം. കർത്താവിൻ്റെ 7 ആത്മാക്കൾ എന്തൊക്കെയാണെന്നുള്ളത് വേഗത്തിൽ പറയാം. 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്നാൽ യിശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, ആലോചനയുടെ, ബലത്തിന്റെ, പരിജ്ഞാനത്തിന്റെ, യഹോഭക്തിയുടെ ആത്മാവ് തന്നെ. ഇവിടെ 6 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 6. പഴയ നിയമത്തിലെ നിലവിളക്കിൽ 7 ദീപങ്ങളാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഇന്റർറിലേറ്റഡാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 7 ദീപങ്ങൾ, ഒരു നിലവിളക്കിൽ 7 ദീപങ്ങൾ ദൈവസഭയുടെ ബന്ധത്തിൽ കൊണ്ടുവരുന്നു 7 സമ്പൂർണ്ണതയെ കാണിക്കുന്നത്? എന്നാൽ യശയ്യാവിന്റെ പ്രവചനം 11-ാം അധ്യായം വായിക്കുമ്പോൾ ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ യഹോവയുടെ ആത്മാവ് അത് ജ്ഞാനത്തിൻ്റെയാണ്. ജ്ഞാനം, വിവേകം, ആലോചന, ബലം, പരിജ്ഞാനം, യഹോഭക്തി, ഇങ്ങനെ 6 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, അത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, വിവേകത്തിൻ്റെ ആത്മാവാണ്, ആലോചനയുടെ ആത്മാവാണ്, ബലത്തിൻ്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, യഹോഭക്തിയുടെ ആത്മാവ് തന്നെ. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൽ 6 ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ 7-ാമത്തത് എന്ത് എന്നുള്ളത് ദൈവസഭയുടെ ബന്ധത്തിൽ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നിട്ട് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയതിനെ കുറിച്ച് നമുക്ക് അറിയാം. അത് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലാണ് 7-ാമത്തെ എന്താണ് ദൈവസഭയ്ക്ക് പകർന്നിരിക്കുന്നുള്ളത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. അത് അവന്റെ മേൽ ഇപ്പോൾ ക്രിസ്തു ആകുന്ന വിളക്ക് തണ്ടിന്മേൽ ഈ 6
അവനിൽ വസിച്ചിരുന്ന ആത്മാവ് ഉണ്ടായിരുന്നെന്നും ദൈവസഭയ്ക്ക് അത് സമ്പൂർണ്ണമായി ലഭിച്ചിരുന്നെന്നുള്ളതും അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഏഴാമത്തത്. അത് സമ്പൂർണ്ണമാണ്, അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഏഴ് ആത്മാക്കൾ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല, അല്ലെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ 6 ഉണ്ട്. അപ്പം 7 എവിടെ എന്നുള്ളത് ചോദിക്കുമ്പോൾ അത് ക്രിസ്തുവാണ്. അപ്പോൾ അവനിൽ വ്യാപരിച്ചു. എന്നാൽ യേശു ക്രിസ്തുവാകുന്ന വിളക്കദണ്ഡിനെ നമുക്ക് വെളിപ്പെടുത്തിയിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം എന്നുള്ളത് അവിടെ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് ഏഴാമത്തായിട്ടുള്ള ആത്മാവിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ എഫെസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം, നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ആത്മാവ്, അതാണ് ഏഴാമത്തെ ആത്മാവ്. ദൈവസഭയ്ക്ക് തന്നു. പഴയ നിയമത്തിൽ മറിഞ്ഞിരുന്നു. ശായുടെ കുറ്റിയിൽ നിന്ന് ഒരു വേരിൽ നിന്ന് കൊമ്പ് മുളയ്ക്കും, അവൻ്റെ ആവശ്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കും. പഴയ നിയമത്തിൽ 6 കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാടിൻ്റെ ആത്മാവിനെയാണ് ഏഴാമത്തെ ആത്മാവ്. നിങ്ങൾക്കത് ആർക്കെങ്കിലും കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മുമ്പ് എഴുതിയിരിക്കുന്ന പിന്മഴ എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വേണ്ടവർക്ക് വായിക്കാം, പഠിക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനെടുത്ത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കാൻ പറ്റത്തില്ല. ലേഖനങ്ങളിലേക്ക് കടന്നു പോകണം. കാരണം ഈ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കണമെങ്കിൽ എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനം ആവശ്യമാണ്. എങ്കിലും ഞാൻ പറഞ്ഞു പോയപ്പോൾ അത് എന്താണെന്നുള്ളത് കൂടി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് പഠനത്തോടുള്ള ബന്ധത്തിൽ അത് നീതിയാകത്തില്ലാത്തതുകൊണ്ടാണ് ഞാനത് വേഗത്തിലൊന്ന് പറഞ്ഞു പോയത്. ഞാനത് എടുക്കണമെന്ന് വിചാരിച്ചല്ല, എങ്കിലും അവസരത്തിനനുസരിച്ച് അത് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കുമല്ലോ, അതുകൊണ്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നക്ഷത്രം 7 ആത്മാക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 7 നക്ഷത്രം നമ്മളത് ചിന്തിച്ചിരുന്നു. 7 സഭയുടെ ദൂതന്മാരാകുന്നു എന്നുള്ളതും 7 സഭയുടെ ദൂതന്മാർ എന്നുള്ളത് അത് ഏഞ്ചൽസ് അല്ല, അത് ദൈവത്തിൻ്റെ സ്വർഗീയ ദൂതന്മാരല്ല. ദൈവസഭയുടെ ദൂത അറിയിക്കാൻ വേണ്ടി ദൈവം കരങ്ങളിൽ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെയാണ് ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. വചനത്തിന് തെളിവോടുകൂടി ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവനല്ല ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ, 7 ആത്മാവ് സമ്പൂർണ്ണനായിരിക്കുന്ന ക്രിസ്തു. സകര്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിളക്കുതണ്ട്, അതിന്മേലൊരു ഒരു കുടമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതേക്കുറിച്ച് 7 വിളക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഇതൊക്കെ കുറിച്ച് നമ്മളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അത് നമ്മുടെ പ്രവചനത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം പഠിക്കാമെങ്കിൽ ബാക്കിയുള്ള പുസ്തകങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. അപ്പം പെട്ടെന്ന് ആർക്കും വെളിപ്പാട് പുസ്തകം എടുത്ത് പഠിക്കാൻ പറ്റത്തില്ല. മറ്റ് പുസ്തകങ്ങളെക്കുറിച്ചുള്ള നല്ല ദൈവകൃപയുള്ള ഒരു കാഴ്ചപ്പാട് ഏകദേശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും പഠിച്ചു വെക്കണം. സാധാരണ പൊതുവെയുള്ള പഠനം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകം തമ്മിലുള്ള താരതമ്യം. ഞാൻ എൻ്റെ ആമുഖത്തിൽ അങ്ങനെയല്ല. നമ്മളിത് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതങ്ങനെയല്ല. എല്ലാ പ്രവചനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പം അതിന് തെളിവിന് വേണ്ടിയാണ് പല പ്രവചനങ്ങളെയും ഉൽപ്പത്തി പുസ്തകത്തിലെയും അതുപോലെ ആവർത്തന സംഖ്യാപുസ്തകത്തിലൊക്കെ വിഷയങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. ഇനിയും നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലും പുസ്തകങ്ങളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ പരിമിതമായിരിക്കുന്ന സമയങ്ങളെ നമ്മൾ നോക്കിക്കൊണ്ട് അതെല്ലാം വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോകും. എന്നാൽ അറിയേണ്ട കാര്യങ്ങളെ ഓർപ്പിച്ചുണർത്തുമ്പോൾ ഇനി വായിക്കുമ്പോൾ ഇന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ കിടക്കുന്നുള്ളത് ബന്ധപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഹിന്ദു പോലെ ഇക്കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ദൈവജനം ബൈബിൾ വായിക്കണം. ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഞാനത് പഠിച്ചത് സത്യത്തിൽ എനിക്കത് ഗുണം ചെയ്തു. കാരണം ഒത്തുവാക്യം എടുത്തൊരു പുസ്തകം വെച്ചല്ല ഞാൻ പഠിച്ചത്. അങ്ങനെ ഒത്തുവാക്യങ്ങൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് പരിമിതമായ ഒരു പഠനമാണ്.
നമുക്കറിയാമല്ലോ, ദൈവത്തെ പഠിക്കുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറയുകയാണ്. വേദവസ്തു വാചന പഠനം പലർക്കും മാറിയതുകൊണ്ട് അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കൂടി ഞാൻ വേഗത്തിൽ നിന്ന് പറയണം. കാരണം എനിക്ക് കിട്ടിയ ആ കാഴ്ചപ്പാട് നിങ്ങൾക്ക് പങ്കുവെക്കണമല്ലോ. അതാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുന്നത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെ. ഇപ്പം നമ്മളത് വായിക്കേണ്ടത് അന്വേഷിച്ച് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഇപ്പം ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ ഈ പുസ്തകം എടുത്ത് നമ്മൾ പരതണം, നമ്മൾ അന്വേഷിക്കണം എവിടെയാണെന്ന് നോക്കണം. ഇങ്ങനെ നോക്കുന്ന സമയത്ത് മറ്റു പലതും നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അതാണ് യഥാർത്ഥമായ പഠനം. ഈ ബ്രോയിലർ കോഴിയും നാടൻ കോഴി നമ്മൾ വ്യത്യാസം അതാണ്. നാടൻ കോഴി എന്ന് പറഞ്ഞാൽ ചകഞ്ഞ് തിന്നുന്നതാണ്, അതിനൊന്നും കൊടുക്കത്തില്ല. കിട്ടിയാൽ കിട്ടി, അത് ചകഞ്ഞാ തിന്നുന്നത്. അതിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കുന്നത്. എന്നാൽ കൂട്ടിലടച്ചിരിക്കുന്ന കോഴിക്ക് അതിന് ഫീഡിങ് ആണ്, അതിൻ്റെ സമയത്ത് വെള്ളം കൊടുക്കുക, അങ്ങനെ അതിനൊന്നും അറിയണ്ട. അങ്ങനെ ഈ ദിവസങ്ങളിൽ ഫീഡ് ചെയ്യുന്ന വിശ്വാസ സഭകളാണ് കൂടുതൽ. പാസ്റ്റർ എന്തെങ്കിലും കൊണ്ട് അത് കൊടുത്തു, അത് അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ യൂട്യൂബിൽ കിടക്കുന്ന ഒരു മെസ്സേജ്, അത് ഭക്ഷിക്കുക എന്നുള്ളതല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ തടിച്ചു കൊഴുത്തായിരിക്കുന്ന എല്ലാവരും, പക്ഷേ ജീവനൊരു തൊട്ടാൽ മതി തീർന്നു പോകും. അതുകൊണ്ടാണ് സഭയോട് പറയുമ്പോൾ നീ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞത്. ആരോഗ്യം ഒട്ടുമില്ല. ഇതിനെയൊക്കെ വഴിയോട് നിർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു തള്ളക്കോഴിക്ക് അതിനൊന്നും ചിറകിന് കിഴ വെക്കാൻ പറ്റത്തില്ല. പറ്റുമോ? തള്ളക്കോഴിയില്ല, അതെല്ലാം ഫീഡ് ചെയ്തിരിക്കുന്ന അങ്ങനെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന. അപ്പോൾ അങ്ങനത്തെ ഉറക്കം തൂങ്ങികളായിരിക്കുന്ന സഭകളാകാൻ കാരണം എന്താണ് കാരണം? ഇന്ന് ആരും യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കുന്നില്ല. അന്വേഷിച്ച് വായിക്കണം. എവിടെയാണെന്നുള്ളൊരു അന്വേഷണം ഈ പുസ്തകങ്ങളോട് നമ്മൾ വിരലുകളിലൂടെ ഓടണം. ഓരോ പേജിൽ ചിലപ്പം ചില ബുദ്ധിമുട്ടാണ്, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇരുന്ന് എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞത് അങ്ങനെ വായിച്ച് പഠിച്ചെടുത്താലേ അതിനൊരു തനിമയുണ്ടാകുകയുള്ളൂ. അതാണ് യഥാർത്ഥമായ വചന പഠനം. നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പോയി എത്ര വർഷം പഠിച്ചാലും നിങ്ങൾക്ക് വചനത്തിൻ്റെ ഉൾക്കാമ്പ് കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര PhD എടുത്താലും കിട്ടത്തില്ല. ഇത് കിട്ടണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ തന്നെ അന്വേഷിച്ച് വായിച്ചു നോക്കുക. ഇതുവരെയും വേദപുസ്തകം എടുത്ത് വായിക്കാത്ത, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്ത ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും എടുത്ത് മാറ്റി വെക്കണ്ടാത്തൊരു പുസ്തകമാണ് വചനം, ദൈവവചനം. നമ്മുടെ കയ്യിൽ തന്നേനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ എൻജോബറും പ്രിയപ്പെട്ടവരും ഒക്കെ എത്രയോ ഭാഷകൾ പഠിച്ചത്, അത് എത്രയോ കഷ്ടപ്പെട്ടാണ് അവർ ഇത് ഇല്ലാത്ത പുസ്തകങ്ങൾ ഇത് ലാംഗ്വേജിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് കൈ കിട്ടിയിരിക്കുന്നു. നമുക്കത് ഭാഷാജ്ഞാനം തന്ന് ഇംഗ്ലീഷ് വായിക്കാം, മലയാളം വായിക്കാം, പല ഭാഷകൾ പഠിക്കാൻ ഉള്ളവരുണ്ട്. ഞാൻ വേഗത്തിൽ ഇത് പറയുന്നത്, ഈ ഉറക്കം തൂങ്ങികളായിരിക്കുന്ന സർദീസിലെ സഭയെപ്പോലെ ആകാതിരിക്കുവാൻ, ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം മാത്രം ഭക്ഷിച്ചിട്ട് ഇരിക്കാതെ, നിങ്ങളെ നാടൻ കോഴികളെ പോലെ ഒന്ന് ചകഞ്ഞു തിന്നാൻ നോക്കിക്കേ. അങ്ങനെ പറയുന്നത് ശാന്തപനത്തിലെ പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 34 അധ്യായമാണ് ഞാൻ വിശ്വസിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത്. ശാന്തപനം 34 അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. അതിന് 34 അധ്യായം അതിൻ്റെ 16 വാക്യം, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയും ഇല്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്ര അവയെ കൂട്ടി വരുത്തിയത്. ഇവിടെ പറയുക, വചനം എങ്ങനെ എഴുതി, എങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പം ഇതിനെ ഇണയില്ല എന്ന് പറഞ്ഞാൽ ഒരു വാക്യമെങ്കിലും അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് കാണും. അപ്പോൾ ഒന്നും കാണാതിരിക്കുകയില്ല. നമ്മുടെ ഏത് സംശയത്തെയും മാറ്റുവാൻ ദൈവത്തിന് വചനത്തിനകത്ത് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് വായിക്കണം, തെരഞ്ഞത് വായിക്കണം. അത് നിങ്ങൾക്കൊരു വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പലരും പല മെസ്സേജും ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോവുകയാണ്. എന്നാൽ വേദപുസ്തകം എടുത്ത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വായിച്ചു നോക്ക്. നിങ്ങളൊന്ന് പരതി നോക്ക്, ഇത് എവിടെയാണെന്നുള്ളത് നോക്കി നോക്ക്, ഒന്ന് വായിച്ചു നോക്ക്. മാറ്റമുണ്ടാകും. നമ്മുടെ കൈകൾക്ക് അഭ്യാസം ലഭിക്കും, ബലമുണ്ടാകും. അതുകൊണ്ട് ബൈബിൾ വായിക്കുന്നതിനേക്കാൾ ഉപരി അന്വേഷിക്കണം, എവിടെയാണെന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ അത് മാറ്റമില്ലാത്തതാ. ഒത്തുവാക്യങ്ങൾ ഒരുമിച്ച് വന്നാൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. ഞാനത് രാത്രിയിൽ പറഞ്ഞത്, അപ്പോൾ നമ്മളത് അന്വേഷിച്ച് വായിച്ചു നോക്കണം. നമ്മൾ ഒരിക്കലും ബ്രോയിലർ പോലെ ആയി നിൽക്കാതെ
ആരെങ്കിലും തരുന്നത് എടുത്ത് ഭക്ഷിച്ച് ദിവസങ്ങളിൽ നമ്മുടെ സമയം കളയാതെ തന്നെത്താൻ ഒന്ന് നാട്ടിലെ പണ്ടത്തെ കോഴികളെ അറിയാമല്ലോ എങ്ങനെയാ തിന്നുന്നത്. അത് അതിൻ്റെ അത് കാലുകൊണ്ട് അത് പോയി ചെകഞ്ഞ് 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 അത് കണ്ടുപിടിക്കുമായിരുന്നു, അങ്ങനെ തിന്നുമായിരുന്നു. അതുകൊണ്ട് അതിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ ശരീരം കാണുമ്പോൾ അറിയാം. അതിനെ വന്ന് പരുന്തിന് പൊക്കിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം അത് അത്രമാത്രം ബലമാണ്. അതിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് വളർന്നു വരുന്നത്. ദിവസങ്ങളിൽ ശത്രുവിന് പിടിച്ചുകൊണ്ടു പോകുവാൻ പാകത്തിൽ ദിവസങ്ങളിൽ ചീർത്ത് വീർത്തിരിക്കുന്ന വിശ്വാസമുഖം എല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അറിവ് ചീർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പലർക്കും പലതും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ അറിയാം, ക്വിസ് പ്രോഗ്രാം നടത്താൻ അറിയാം, പലതും അറിയാം. ഞാൻ അതിനെ കുറ്റം പറയുകയല്ല, വചനം പലർക്കും അറിയാം. എന്നാൽ ക്വിസ് പ്രോഗ്രാമിൽ കൂടി ഒന്നും നമുക്ക് ഈ പറയുന്ന ശത്രുവിനെ ജയിക്കാൻ കഴിയത്തില്ല. ഇതിൻ്റെ അകത്ത് അത് ആവശ്യമാണ്. വചനം കാണാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിക്കണം. അവർക്ക് അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും കൂടി എങ്ങനെ അവർ പഠിക്കത്തക്കൊണ്ടും കൊടുക്കുന്നാൽ ഈ രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയാണ് എന്നുള്ള ഓർമ്മയോടുകൂടി അത് എടുക്കാൻ പോകണം. നമുക്കറിയാമല്ലോ, അമേരിക്കയിലൊക്കെ പുസ്തകം തരും പരീക്ഷ എഴുതാനായിട്ട്. പല സ്ഥലങ്ങളിലും ഉണ്ട്. ഈ പുസ്തകം കൈ കിട്ടിയാൽ അറിയാവുന്നതിന് മാത്രമേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ പുസ്തകം വെച്ചുകൊണ്ടിരിക്കും. ഇത് പല ആവർത്തി വായിച്ച് ഇന്നിടത്താണ് ഇന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുസ്തകം കിട്ടിയോട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് കൈവച്ചുകൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിടത്ത് ഇതുണ്ട് എന്ന് അവിടേക്ക് ചിന്ത പോകണം. അതിൽ നിന്ന് നമ്മൾ പരതി കണ്ടുപിടിക്കണം. അങ്ങനെ വേണം ഈ വേദപുസ്തക പഠനത്തിൽ പങ്കെടുക്കുവാൻ. എങ്കിൽ മാത്രമേ വെളിപ്പാട് പുസ്തകം പോലുള്ള പുസ്തകങ്ങളെ പഠിക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചുണർത്തി ഒന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇത് ഏറ്റെടുത്ത് അതിന് അനുസരണത്തിൽ വരാമെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ പറയുന്നു, കർത്താവ് വരാൻ താമസിച്ചാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് മാറ്റമുണ്ടാകും. എന്ന് അതേക്കുറിച്ച് ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. നിങ്ങൾ 100 കണക്കിന് മെസ്സേജുകൾ നിങ്ങൾ കേട്ടാലും നിങ്ങൾക്കത് സായത്തമാകത്തില്ല, മറന്നുപോകും. എന്നാൽ നാം തന്നെ അന്വേഷിച്ച് കണ്ടെത്തി എടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠം. മറ്റു മെസ്സേജ് കേൾക്കരുതെന്നോ അത് വായിക്കരുതെന്നോ പഠിക്കരുതെന്നോ ഒന്നുമല്ല. അതിൽ മാത്രമാകരുത് ദൈവസഭ നിൽക്കേണ്ടത്. സ്വയമായിട്ടുള്ളൊരു വേദപുസ്തക പഠനം ദൈവമക്കൾക്കുണ്ടായിരിക്കണം. അതിൻ്റെ ആവശ്യകത വലുതാണെന്നും ഇന്ന് രാത്രി ഞാൻ അറിയിക്കുന്നു. അങ്ങനെ ആഗ്രഹത്തോടെ വായിച്ചു പോവുക. ഒന്നും മനസ്സിലാകത്തില്ല, പക്ഷേ മെമ്മറിയിൽ കിടന്നോളും. വായിക്കുമ്പോൾ ഇന്നടത്തുണ്ടെന്നുള്ള കൂട്ടിച്ചേർക്കാൻ സാധ്യത പറയുന്നത് യഹോവയുടെ ആത്മാവ് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിലനിൽക്കും. അതാണ് യഥാർത്ഥമായ പഠനമെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കി. ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ദൈവാത്മാവിനെ ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ രാവിലെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഈ ഒരു വാക്യം കണ്ടെത്താൻ വേണ്ടി ഞാൻ എത്ര സമയം ഞാൻ ഈ പുസ്തകം മുഴുവൻ പരതിയിട്ടുണ്ടെന്നറിയാവോ? അതിനൊരു ഉദാഹരണം കൂടിയുണ്ട്. പണ്ട് ഒരു പിതാവ് മണ്ണ സമയത്ത് എടുത്തപ്പോൾ മടിയന്മാരായിരിക്കുന്ന 4 ആമ്പിള്ളേർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവര് ഒന്നും തന്നെ ചെയ്യത്തില്ല, വളരെ ലാവിഷാടി. ഇദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ്, വളരെയധികം കഷ്ടപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ ഇവര് 4 പേര് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന താല്പര്യമുള്ളവരാണ്. മരിക്കുന്നതിന് മുമ്പ് താൻ മണ്ണക്കിടയ്ക്ക്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അദ്ദേഹം 4 പിള്ളേരെയും വിളിച്ച് പറഞ്ഞു, ഈ പറമ്പിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് നിധി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടാന്ന് പറഞ്ഞില്ല. ഇദ്ദേഹം കണ്ണടയ്ക്കുകയും ചെയ്തു. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നിധി തേടി ഈ മക്കൾ എന്ത് ചെയ്തു? പറമ്പ് മുഴുവൻ കളയ്ക്കാൻ തുടങ്ങി. നിധി കിട്ടിയില്ല. പക്ഷെ കളച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി കൃഷി ചെയ്തേക്കാം. അങ്ങനെ ഒരു നല്ല കൃഷിക്കാരായി മാറി. അവർ നല്ല രീതിയിൽ അവരുടെ മടി മാറി. അവർ കാര്യപ്രാപ്തിയുള്ളവരായി മാറി. അപ്പം അദ്ദേഹം ബുദ്ധിമാനായി. അദ്ദേഹം മരിക്കുന്നു പറഞ്ഞു, ഈ പറമ്പിൽ ഇവിടെ മക്കളെ വിളിച്ച് പറഞ്ഞു, നിധി കുഴിച്ചിട്ടുണ്ട്, നിങ്ങൾ തേടി എടുത്തോണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ ഏതായാലും നിധി തേടി ഇറങ്ങും, കാണും, കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടുള്ളൂ, പിന്നെ പണിയൊന്നും വേണ്ടല്ലോ. പക്ഷേ ഇവര് ആരെയും വിളിക്കാനും പറ്റത്തില്ല, നിധി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അറിയത്തില്ലേ. അതുകൊണ്ട് 4 പേരും കൂടി നന്നായി കളച്ചു, പറമ്പ് മുഴുവൻ കളച്ച് നോക്കിയിട്ട് നിധി കിട്ടിയില്ല. അന്നേരം മനസ്സിലായത് ഇത് കിളച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. അങ്ങനെ നേരെയാക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം അത് തന്നെ ചെയ്തിട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ദൈവം അതിനകത്ത് നിധി വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ആലോചനയുണ്ട്, ഇതിനകത്ത് എല്ലാം കിടപ്പുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, നീ പരുതിക്കോ, നീ തപ്പിക്കോ, നീ അന്വേഷിച്ചാൽ കണ്ടെത്തും. നില പറയുന്നത് അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. ആഗ്രഹത്തോടെ ഒരു വചനത്തിൻ്റെ എവിടെയാണെന്നുള്ളത് അന്വേഷണത്തോടെ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ.
ഈ പുസ്തകങ്ങൾ പഠിക്കുവാൻ താല്പര്യമുണ്ടാകും. ദിവസങ്ങളിൽ അനേകർ പുസ്തകം മാറ്റിവെക്കുമ്പോൾ വേദപുസ്തകം കരങ്ങളിലെടുക്കുവാനാണ് ഇന്ന് ആത്മാവിൽ ഞാൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ നമുക്ക് ഒരു കാലത്തുണ്ടായിരുന്ന ആ പഠന അതിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മൊബൈലിലോ ഒക്കെ ഒരു പക്ഷേ ഇത് കാണും. പക്ഷെ നിങ്ങൾക്കൊരു പുസ്തകത്തിൽ തിരയുന്നത് പോലെ തിരയാൻ കഴിയത്തില്ല. അതിനാണ് നമുക്കിത് അക്ഷരത്തിൽ പ്രിന്റ് ചെയ്ത് കൈ തന്നിരിക്കുന്നത്. പുസ്തകത്തിനും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നതിനും ഇപ്പം പുതിയ കമ്പ്യൂട്ടർ അനുസരിച്ച് അതിൻ്റെ ഏതെങ്കിലും പോർഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ പോകാൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് എടുത്തു കിട്ടും. പക്ഷേ അതിനേക്കാൾ എത്ര നല്ലതെന്നറിയാമോ ഈ പുസ്തകം എടുത്ത് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഒന്ന് തിരഞ്ഞ് വായിക്കുന്നത്. ഉണർവുണ്ടാകാൻ വേണ്ടി ഞാൻ ഈ സഭയുള്ള ദൂത് പറഞ്ഞതേ ഉള്ളൂ. സർദീസിലെ സഭ ഉറങ്ങിപ്പോയതായിരുന്നു. ഉണർത്താൻ വേണ്ടി ഒറ്റ കാര്യമേ ഉള്ളൂ, വേദപുസ്തക പഠനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. നമ്മൾ ഉണർവുണ്ടാകണം. പണ്ടത്തെ ഇപ്പം പാടുന്ന പാട്ടൊക്കെ പണ്ടത്തെ കാലത്ത് പാടി ഓരോ പാട്ടിനകത്തും അടങ്ങിയിരിക്കുന്ന ആഴങ്ങൾ വലുതാണ്. എൻ്റെ അതൊക്കെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയും ദൈവവചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇതുവരെയും വേദപുസ്തകം എടുത്ത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നാം ഒരുപാട് തെറ്റിപ്പോയിരിക്കുന്നു. ശരിയാ, നമ്മൾ ചേർത്ത് വീർത്തിട്ടുണ്ട്, നമുക്ക് ഒരുപാട് അറിവുണ്ട്. പക്ഷേ അത് വെറും ബ്രോയിലർ കോഴി പോലെയാ. വെളിയിലോട്ട് നിറക്കി വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മുട്ട് കൊണ്ടാൽ അവിടെ കൊണ്ട് ചത്തു വീഴും. പക്ഷേ ഈ തെരഞ്ഞ് കണ്ടുപിടിച്ച് നിൽക്കുന്നവനെ ഒരു ഉപദേശത്തിനും വീഴിക്കാൻ കഴിയത്തില്ല. ഒരു പുള്ളിനോ പരുന്നിനോ വന്ന് പൊക്കിക്കൊണ്ടുപോകാൻ കഴിയത്തില്ല. കാരണം അവൻ എക്സർസൈസ് ചെയ്ത് കിട്ടിയതാ. അവൻ്റെ അത് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നേടിയെടുക്കുന്നതുകൊണ്ട് അവൻ്റെ അടുത്ത് ദുരുപദേശക്കാർ വരാൻ പറ്റത്തില്ല. അവൻ്റെ അടുത്ത് മറ്റൊരുത്തിനും വരാൻ കഴിയത്തില്ല. കാരണം ഇതവൻ ചെകഞ്ഞെടുത്തതാ. എവിടെയാ കിടക്കുന്നറിയാം. മൂല്യമായി കിടക്കുന്ന അമൂല്യമായി കിടക്കുന്ന നിധി എവിടെയാണെന്ന് കണ്ടെത്തിയത് കൊണ്ട് അവനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ വേദപുസ്തക പഠനത്തിന് വേണ്ടി ഞാനും നിങ്ങളും അന്വേഷിച്ച് വായിച്ച് കണ്ടുപിടിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യാമെങ്കിൽ ഈ പഠനം കൊണ്ട് മാറ്റമുണ്ടാകും. ഒരു മടങ്ങി വരവ് ഒക്ടോബർ മാസം 15-ാം തീയതി ദൈവാത്മാവ് അറിയിക്കുന്നു. നിങ്ങളോടല്ല, എന്നോടാണ് ഞാൻ ആ ദൂത് ഏറ്റെടുക്കുന്നു. ബാക്കിയുള്ളവർക്ക് അത് വേണമെങ്കിൽ ഏറ്റെടുക്കാം, വേണമെങ്കിൽ ഏറ്റെടുക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാ ദൂതുകളും ആരും ഏറ്റെടുത്തില്ലെങ്കിലും ഞാൻ കർത്താവേ, ഞാൻ ആ വചനം ഏറ്റെടുക്കുക. എനിക്കത് ആവശ്യമുണ്ട്. അങ്ങ് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. അത് കർത്താവ് മറ്റാരും ഏറ്റെടുക്കുന്നില്ലെങ്കിലും എനിക്ക് ആ വചനം ഇന്ന് അങ്ങ് സംസാരിക്കുന്നത് എന്നോടാണ് സംസാരിക്കുന്നത്. അത് ഞാൻ ഏറ്റെടുക്കുന്നുള്ള രീതിയിൽ കർത്താവിൻ്റെ സന്നിധി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആർക്കെല്ലാം ഈ ദിവസങ്ങളിൽ ഈ വചനം കേട്ട് സമർപ്പിക്കണമോ അതനുസരിച്ച് ചെയ്താൽ നമുക്ക് ആരോഗ്യമുള്ള വിശ്വാസികളായി ഉണർവുള്ളവരായി കാണപ്പെടുവാൻ കഴിയും എന്നുള്ളതും ഞാൻ ഇന്ന് രാത്രിയിൽ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. എല്ലാം അറിയാമെന്നോ തികഞ്ഞെന്നോ എവിടെയാ കിടക്കുന്നോ അല്ല. വേദപുസ്തകത്തിൻ്റെ 66 പുസ്തകങ്ങളുടെയും ക്രമം തെറ്റാതെ എന്ന് പറയാമെന്ന് ചോദിച്ചാൽ ഈ പഠിപ്പിക്കുന്ന എനിക്കറിയത്തില്ല കേട്ടോ. സത്യം പറയുക, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിൻ്റെ ഞാൻ എൻ്റെ ബലഹീനത സമ്മതിക്കുക. ഇത് മുഴുവനും ക്രമം തെറ്റാതെ പുസ്തകക്രമം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ എൻ്റെ മെമ്മറിയിൽ അതില്ല. ഞാൻ അതിൽ ബലഹീനനാണ്. പിന്നെ വിചാരിക്കും ഇദ്ദേഹത്തിന് എന്താ അറിയാവുന്നത്. ഞാൻ പറഞ്ഞ പുസ്തകക്രമം പോലും എനിക്കറിയത്തില്ല. പുസ്തകക്രമം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകക്രമം തെറ്റാതെ പറയാൻ പക്ഷെ എനിക്കറിയാം എവിടെയാണ് കിടക്കുന്നറിയാം. ഞാൻ പറഞ്ഞത് അങ്ങനെ പഠിച്ചിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇന്നതുണ്ട് എന്നുള്ളത് എൻ്റെ മെമ്മറിയിൽ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നത്. പക്ഷേ ക്രമത്തിൽ പറഞ്ഞാൽ ഇനി വേഗത്തിലൊന്നും പറയാൻ പറ്റും. പിന്നെ തപ്പിയെടുത്താണ് ഞാൻ പറഞ്ഞത് എൻ്റെ ബലഹീനതയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അറിവിൽ നാം ബലഹീനത, നമുക്കൊന്നും അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്നതാ അറിയാവുന്നത് അല്ലേ? നമ്മുടെ തലയിൽ നിൽക്കുന്ന മുടി എത്രയാന്ന് നമുക്കറിയത്തില്ല. പിന്നെ എല്ലാം അറിയാവുന്ന നമ്മൾ പറയുക, നമുക്കറിയത്തില്ലല്ലോ. ഇന്ന് എത്ര മുടി പൊഴിഞ്ഞു പോകാൻ നമുക്കറിയാവോ? നമുക്കറിയത്തില്ല. പക്ഷെ ആരറിയുന്നോ? നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ്. ഏതാ പറഞ്ഞത്? അത് ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും. എൻ്റെ മുടിയൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, കർത്താവേ, ഇത് എത്ര എണ്ണം പോയിട്ടുണ്ട്, ഇനി ഇത് പോവുകയാണെങ്കിൽ നിന്റെ ഇഷ്ടം. ദൈവം എല്ലാം എണ്ണി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തലയിലെ ഒരു മുടി പോലും പോകുന്നത് നമുക്കറിയത്തില്ല. പിന്നെ മുടിയൊക്കെ അടിച്ചു കൂട്ടുമ്പോൾ എത്രയും മുടി പോയല്ലോ എന്ന് അറിയുന്നില്ലേ? അന്നേരം അറിയാം എത്രയും പോയല്ലോ. പക്ഷെ ദൈവം പറയുക,
നിന്റെ തലയിൽ നിന്നൊരു മുടി വീണിട്ടുണ്ടെങ്കിൽ നീ അറിഞ്ഞില്ല, പക്ഷേ ഞാൻ അറിയുന്ന അതിൻ്റെ എണ്ണം പോലും എടുത്തിട്ടുണ്ടെന്നുള്ളത്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ അറിയുന്ന, ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹം ഇന്ന് രാത്രി ദൈവമക്കൾക്കുണ്ടായിരിക്കണം. അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ പുസ്തകം നമുക്ക് ലഭിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അത് ഈ പുസ്തകത്തെ പൂജിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിലെഴുതാം, ഇതിൽ നോട്ട് ചെയ്യാം, വായിക്കാം. നിങ്ങൾക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള ഇതൊരു പൂജാവസ്തുവല്ല. എന്നാൽ നമുക്കത് അറിയാൻ വേണ്ടി തന്നിരിക്കുന്ന പുസ്തകമാണത്. വായിച്ച് ഗ്രഹിച്ച് പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ഇതിന് മുമ്പായി പ്രത്യേകം ഓർപ്പിക്കുന്നു. അത് ഓർപ്പിക്കണം. കാരണം അത് ഓർപ്പിച്ച് ഉണർത്തിയില്ലെങ്കിൽ ഞാൻ തെറ്റുകയും, എന്നോട് ദൈവമാവ് പറഞ്ഞത് ഞാൻ ഓർപ്പിച്ചില്ലെങ്കിൽ അത് തെറ്റായി ആർക്കെങ്കിലും ഒരാൾക്ക് പ്രയോജനപ്പെടും. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും എനിക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഇതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ പഠിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തക പഠനം ആവശ്യമാണ്. നമ്മൾ തന്നെ നമ്മുടെ ആവശ്യമാണ് ചിന്തിച്ചുകൊണ്ട് അത് നാം മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളത് വിശേഷാൽ ഒരിക്കൽ കൂടി രാത്രി ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിലവിളക്ക് സഭ ഭൂമിയിലായിരിക്കുന്നതിനെയാണ് വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ട്. ദൈവിക ആളത്തമായ പരിശുദ്ധാത്മാവിനെ സഭയുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ദൈവത്തിന്റെ 7 ആത്മാവെന്നത്. അപ്പം ക്രിസ്തു ലോകത്തെ വന്നപ്പോൾ അവന്റെ മേൽ ആത്മാവ് ആവസിച്ചു. അവനിൽ നമ്മൾ യശയാപ്രവചനം 11-ാം അധ്യായത്തിൽ വായിച്ചിരുന്ന അതേ ആത്മാവ് ഉണ്ടായിരുന്ന ക്രിസ്തുവാണ് യഥാർത്ഥം വിളക്കുന്നത്. അങ്ങനെ 7 എന്നുള്ളത് എഫെസ്യ ലേഖനം മനസ്സിലാക്കി. 7 ആത്മാക്കൾ എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ സ്വർഗാസ്വർഗത്തിൽ നമ്മളതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ദൈവിക തൃത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ 4-5 അധ്യായങ്ങൾ ചിന്തിക്കും. അതിനു മുമ്പായി 7 ആത്മാക്കൾ എന്നുള്ളത് പരിശുദ്ധാത്മാവുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് ക്രിസ്തുവിൽ പകർന്ന ആത്മാവാണ് സഭയിൽ പകർന്നിരിക്കുന്നത്. അത് ക്രിസ്തുവിൽ പകർന്ന ക്രിസ്തുവിന്റെ ജ്ഞാനം കൂടിയാണ്. അവനെക്കുറിച്ചുള്ള വെളിപ്പാട് കൂടി തികയുമ്പോഴാണ് സമ്പൂർണ്ണമാകുന്നത്. പുതിയ നിയമ വിശ്വാസി സമ്പൂർണ്ണമായിരിക്കുന്ന ആത്മാവ് പ്രാപിച്ചവരാണ്. നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം തന്നിരിക്കുന്നതുകൊണ്ട് പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിന്റെ തികവ് നമുക്ക് തന്നിട്ടുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിത്യജീവനാണ്. അത് പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നിത്യജീവന് സമൃദ്ധിയായ ജീവനെ പ്രാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ജീവനെ വെളിപ്പെടുത്തിയ, ജീവൻ പ്രാപിച്ച ദൈവജനത്തിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ സഭയുള്ള ബന്ധം, അതുപോലെ 7 ആത്മാവ് 7 നക്ഷത്രം എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് രണ്ടാമത്തെ ഘടനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സഭയെക്കുറിച്ചുള്ള പൊതുവായ വിലയിരുത്തലാണ് ഇവിടെ പറഞ്ഞത്. 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിന്റെ കണ്ടിന്യൂഷനാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. കഥാ റിപ്പോർട്ട് കൃത്യമാണ്. അധികമൊന്നും വലിച്ചു നീട്ടി പോകത്തില്ല. ഉള്ളതുള്ളതുപോലെ പറയും, അല്ലേ? ഉള്ളത് കൃത്യമായിട്ട് അതേ സംസാരിക്കുന്നത്. കഥ പറയാ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. മുമ്പുള്ള പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇങ്ങനെയല്ല പറഞ്ഞത്, ആണോ? അല്ല. അവരോട് എല്ലാ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ അവരെ ശ്ലാഘനീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അവരെ എല്ലാം പ്രശംസിക്കുകയാണ് ചെയ്തത്. എഫെസ്യ സഭയെക്കുറിച്ചും സ്മുർന സഭയെക്കുറിച്ചും പെർഗമോസിലെ സഭയെക്കുറിച്ചും തുയത്തൈറിലെ സഭയെക്കുറിച്ചും പറഞ്ഞപ്പോഴെല്ലാം അവിടെ ദൈവം അവരെ പ്രശംസിക്കുക ചെയ്തെങ്കിൽ സർദീസിലെ സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ പെട്ടെന്ന് തന്നെ അത് ഒന്നും തന്നെ അവരെ പ്രശംസിക്കാനില്ലാതെ അവിടെ കുറവ് മാത്രമേ ഉള്ളൂ. അത് കഥാവ് എടുത്ത് പറഞ്ഞു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. ഇതാണ് ദൂതം, ഇതാണ് പ്രവചനം, കൃത്യമായ പ്രവചനം. പറഞ്ഞു, നിനക്ക് പേരൊക്കെ ഉണ്ട്, പക്ഷേ എന്താണ് പേര് ശരിയാ, പക്ഷേ ജീവനുള്ളവനാ പേര്, പക്ഷെ വാസ്തവത്തിൽ നീ മരിച്ചവനാകുന്നു. ഞാൻ വിശദീകരിച്ചാൽ അത് ശരിയാകത്തില്ല, അത് വിശദീകരിക്കുന്നില്ല. പല സഭകൾക്കും നല്ല പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഏതെങ്കിലും സഭയുടെ പേര് പറഞ്ഞാൽ പിന്നെ അത് അവരെ കുറിച്ച് പറഞ്ഞു, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പേര് കേട്ട് കഴിഞ്ഞാൽ എല്ലാം ദൈവത്തിൻ്റെതാണ്, പക്ഷെ ദൈവമായിട്ടൊരു ബന്ധവുമില്ല, അല്ലേ? അങ്ങനെയല്ലേ? പണ്ടത്തെ നെയ്യപ്പം പോലെ നെയ്യുടെ അംശം പോലും കാണത്തില്ല, പക്ഷെ പേര് പണ്ടത്തെയാ നെയ്യപ്പ. പാം ഓയിലോ മറ്റെന്തോ വെജിറ്റബിൾ ഓയിലോ ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പേര് നെയ്യപ്പം. ഞാൻ അത് വേണമെന്നുണ്ടെങ്കിൽ നല്ല കടയിൽ പോയി വില കൊടുത്ത് വാങ്ങിക്കണം. കിട്ടാതിരിക്കത്തില്ല. അത് മാറി അന്യന്ന് പോയിട്ടൊന്നുമില്ല. നിങ്ങളതൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ വില കൂടുതൽ. അതൊന്നും എല്ലാവരെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പേര് നെയ്യപ്പം എന്നായിരിക്കും, പക്ഷേ ഇതിനകത്ത് നെയ്യെന്നുള്ളത് അടുത്തോളം പോലും കാണില്ല. ഈ ഉണ്ടാക്കിയ ആൾ നെയ്യ് കണ്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാകും എന്താണെന്നുള്ളത്.
അപ്പോൾ ഇവിടെ കർത്താവ് പറയുക, നിനക്ക് പേരുണ്ടടാ, പേരുണ്ട്, പേര് നല്ല പേരാ, പക്ഷേ അതിനകത്ത് ബോർഡേ ഉള്ളൂ, അകത്തൊന്നും ഇല്ലെന്ന്. ജീവനില്ലെന്ന്, ജീവനില്ല. ബോർഡുണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. കർത്താവ് പറഞ്ഞു ഞാനില്ല, ജീവനില്ല. അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് സംസാരിക്കുക. അർത്ഥം, ഈ സകല പ്രവൃത്തികളെ നന്നായി ഗ്രഹിക്കുന്ന കർത്താവ് സർവ്വസഭയെക്കുറിച്ച് വിലയിരുത്തി ഒറ്റ വാക്കിൽ അവരുടെ മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യും വെളിപ്പെടുത്തി. അവർ പറഞ്ഞു, നിനക്ക് അവരിൽ പേരിൽ ജീവനുള്ളവരും പ്രവൃത്തികൾ മരിച്ചവരുമാകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ദൈവാത്മാവിന്റെ പ്രവൃത്തിയില്ലാത്ത നിർജീവമായ സഭയാണ് അവിടെ അർത്ഥമാക്കിയത്. അതേക്കുറിച്ച് പറയണമെങ്കിൽ, പഠിക്കണമെങ്കിൽ യാക്കോബ് അപ്പോസ്തലനാണ് പ്രവൃത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. പ്രവൃത്തിയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് പ്രവൃത്തി, എന്താണ് വിശ്വാസം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലർക്കും അതിൻ്റെ ശരിയായിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല, എന്താണെന്നുള്ളത് അറിയത്തില്ല പലർക്കും. ഞാൻ പല ആവർത്തി ഇത് പറഞ്ഞിരുന്നു, ആദ്യ വിശ്വാസം, ആദ്യ പ്രവൃത്തി, ആദ്യ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ ഈ റോമർക്ക് ലേഖനവും ഗലാത്യ ലേഖനവും നമ്മൾ അതുപോലെ തന്നെ യാക്കോബിന്റെ എഴുതിയ ലേഖനമെല്ലാം വായിക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ വരും. ഒരിടത്ത് പറയുന്നത് വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, പ്രവൃത്തി കാരണമല്ല എന്ന് പറഞ്ഞിരിക്കുക. ന്യായപ്രമാണത്തിന് പ്രവൃത്തി ഒരു ജഡവും നീതിരിക്കപ്പെടുകയില്ല റോമർക്ക് ലേഖനത്തിൽ പറയുക. യാക്കോബ് സ്വനം പറയുകയാണ്, എന്താ പറഞ്ഞത് അറിയാവോ? യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന റോമർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് ഒരുപാട് അന്തരം കാണാൻ സാധിക്കും. അത് വാസ്തവത്തിൽ അത് വ്യത്യാസമല്ല, കാര്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ അന്തരമുണ്ടാകത്തുള്ളൂ. പക്ഷേ അപ്പോസ്തലന്മാരെല്ലാം പറഞ്ഞിരിക്കുന്ന കൃതകൃത്യമായ കാര്യം, അതിൻ്റെ അകത്ത് മാറ്റമുണ്ട്. പക്ഷേ നമുക്കതിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സിലാകാൻ കഴിയാതെ പോകുന്നത് ആത്മാവിൽ അതിനെ വിവേചിച്ചില്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുന്ന വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ, യാക്കോബ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്രകാരമാണ്. 2-ാം അധ്യായം അതിൻ്റെ 14 വാക്യം ഞാൻ വായിക്കാം, കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങൾ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടയ്ക്കുകയും ചെയ്യുവാനെന്ന് പറയുന്നല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? ഉപകാരമെന്ത്? അത് തുറന്നു പറയുകയാണ്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയില്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ഇവിടെ ഒരു ആർഗ്യുമെൻ്റാണ്, ഒരു കൗണ്ടറാണ്. ഇവിടെ പറയുകയാണ്, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. അത് രണ്ട് വാദപ്രതിവാദങ്ങളാണ്. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് അവൻ പ്രവൃത്തിയല്ലാതെ അല്ലയോ നീതിയിരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോട് കൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായെന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താൽ അല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. ഇവിടെ പറയാണ്, വിശ്വാസത്താൽ അല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണും. എന്നാൽ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മറ്റൊരു രീതിയിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ കൺഫ്യൂഷൻ ആകും എന്താണെന്നുള്ളത്. 3-ാം അധ്യായം, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ.
ഞാനിതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നുവോ? ഇതെല്ലാം വെറുതെ ഇതെല്ലാം ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്ര എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രവൃത്തി കൊണ്ടല്ല, വിശ്വാസത്താലാണ് നീതിയിരിക്കപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്. അവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും കൂടെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം കൂടെ വായിക്കുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനത്തേക്ക് വരുമ്പോൾ അവിടെ കാണും 3-ാം അധ്യായം വായിക്കുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇത് വളരെയധികം വളരെ പ്രസക്തമായ വളരെ ചിന്തകൾ അടങ്ങിയിരിക്കുന്ന ഒരു വിഷയമാണത്. അത് വേഗത്തിൽ അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല. 3-ാം വായിക്കുമ്പോൾ അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതിയിരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്ര വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണം പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്ന ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് ഇല്ലാത്തവരായിരുന്നു. ഇവിടെ പറയുന്ന ന്യായപ്രമാണത്തെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നദ്ധിയിൽ പ്രവൃത്തികളാൽ നീതിയിരിക്കപ്പെടുകയില്ല എന്ന് റോമർക്കെഴുതിയ പറഞ്ഞിരിക്കുന്നു. ഗലാത്യ ലേഖനം അതിന് അനുകൂലമായി നിൽക്കുന്നു. പക്ഷെ യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞ അങ്ങനെയല്ല, പ്രവൃത്തി കൂടി വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ പറ ഏതാ ശരിയെന്നുള്ളൂ. ഇത് പറഞ്ഞു. ഇതെല്ലാം വായിക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആയില്ലേ? അപ്പം വിശ്വാസം വേണോ, പ്രവൃത്തി വേണോ, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ എന്താകുന്നു ഇത് എന്നുള്ളതിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്ന നന്നായിരിക്കും. നമ്മൾ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വെറുതെ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ വെറുതെ വചനം പറഞ്ഞു പോകുന്നവരായിത്തീരാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായിരിക്കണം. എന്നാൽ എന്താകുന്നു നമ്മൾ? ഇവിടെ യാക്കോബ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ ഒന്നുമില്ലാതെ വന്നിരിക്കുക, അവന് കഷ്ടപ്പാടും പ്രയാസവുമാണ്. അപ്പം നമ്മളാ കൂടി നമ്മൾ പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ ഈ തണുത്തിരിക്കുന്ന മനുഷ്യന് അവിടെ പ്രാർത്ഥനയല്ല വേണ്ടിയത്, അവിടെ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്, ഉപകാരമാണ് ചെയ്യേണ്ടത്. അത് സാമാന്യ ബുദ്ധിയുള്ളവർ ചെയ്യും. എന്നാൽ ഈ എല്ലാവരും സഹായിക്കാതെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ആരെങ്കിലും ആഹാരമില്ലാതിരുന്നാൽ, ആർക്കെങ്കിലും വസ്ത്രമില്ലാതിരുന്നാൽ നമുക്കത് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയില്ലാത്തവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഒരുവൻ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് നമുക്കറിയാമെങ്കിൽ നാം അവൻ്റെ ദാരിദ്ര്യം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നാം അത് ചെയ്യണം. ഒരാൾക്ക് ഇപ്പം 1 കോടി രൂപ കടമുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ബേസിക് നീഡ്സ് ഉണ്ട്, അത് കിട്ടിയേ പറ്റുള്ളൂ. ഒരു മനുഷ്യന് ആവശ്യകതയും വാണ്ട്സും നീഡ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നമുക്ക് വേണം, അത് മാറ്റിവെക്കാൻ പറ്റത്തില്ല. ആഹാരം വേണം, വെള്ളം വേണം, ഇതൊക്കെ നീഡ്സ് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, നെസസിറ്റിയാണ്, വേണം. പക്ഷേ ആവശ്യത്തിൽ പെടുമ്പോൾ കാറ് വേണം, വീട് വേണം, അതൊക്കെ ആവശ്യമാണ്. ഏത് കാറ് വേണം, അതിൻ്റെ അകത്തൊക്കെ നമ്മുടെ തീരുമാനത്തിൽ വാങ്ങിക്കാം. പേന വേണോ, ബുക്ക് വേണോ, കാറ് വേണോ, സ്കൂട്ടർ വേണോ, അതൊക്കെ നീഡ്സിൽ വരുന്നതാണ്. എന്നാൽ ഞാൻ അത് വാണ്ട്സിൽ വരുന്ന, നീഡ്സിലല്ല വരുന്നത്. നീഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അത് വേണം. അപ്പം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കാണുമ്പോൾ കണ്ണടച്ച് കളയരുത്. കാര്യം മനസ്സിലാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ളത് കടം വരുന്നു, ജാമ്യം വരുന്നു, ജപ്തി വരുന്നു, അതൊക്കെ വേറൊരു കാര്യം. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഒരിക്കൽ എന്നോട് ഇത് ഒരാൾ ചോദിച്ചു. നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നമ്മൾ ഒരിക്കലും ഈ പറയുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, അവിടെ ഒരു രോഗിക്ക് ബ്ലഡ് ഇല്ല എന്ന് പറഞ്ഞ് മരിക്കാൻ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്ലഡ് അവർ കൊടുക്കത്തില്ല. ഇനി എക്സ്ട്രാ ഓർഡിനറി കേസിൽ കൊടുത്തെങ്കിൽ അത് ഞാൻ പൊതുവെ പറയുക, ഇവർ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അവിടെ എന്നും കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം എല്ലാവരും നീഡ്സ് ഉള്ളവരാണ്, ആവശ്യക്കാർ അവിടെ നിൽക്കുന്നവർ മുഴുവൻ.
അല്ലേ? അപ്പോൾ ഡോക്ടർ ഇദ്ദേഹം രക്തമുണ്ടെന്ന് അദ്ദേഹം കൊടുക്കാൻ പറയും. കാരണം അവിടെ വരുന്നവർ മുഴുവൻ ആവശ്യക്കാരാണ്. ഒരു ദൈവദാസനുള്ള സഭ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നവരെല്ലാം ആവശ്യക്കാരായിരിക്കും. ഇവരെല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ പരിമിതിയാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് കൊടുക്കുക എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഒരാൾക്ക് ആഹാരമില്ല എന്ന സാക്ഷ്യത്തിലൂടെയോ അവിടെ ജീവിതാനുഭവത്തിലൂടെയോ അറിഞ്ഞു കഴിഞ്ഞാൽ സഭ വളരെയധികം വേഗത്തിൽ ചെയ്യേണ്ട കാര്യം അവിടെ ദാരിദ്ര്യം മാറ്റാനുള്ള കാര്യങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അത് അത്യാവശ്യമായി ചെയ്തിരിക്കണം. അത് നീഡ്സാണ്, അത് ചെയ്തേ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള വിഷയം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതാണ് ഇവിടെ പറഞ്ഞതാണ്, നീ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കാതെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നീ ചെയ്യണം. അതാണ് പറയുന്നത് വിശ്വാസവും പ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമോട് പറഞ്ഞു, മകനെ കൊണ്ട് യാഗം അർപ്പിക്കാൻ പറഞ്ഞു. അവനത് പോയി, യാഗം അർപ്പിക്കാൻ വേണ്ടി പോയി. അവനത് ചെയ്യാൻ പറ്റും, ദൈവ വിശ്വാസമാണത് പോയി. അവൻ പേടിച്ചെന്നില്ല. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. അല്ലാതെ നമ്മൾ ഈ ചിലർ പറയുന്ന പോലെ ഇടത്ത മലത്ത് നിൽക്കാൻ വേണ്ടി ദാനധർമ്മം ചെയ്യുന്നവരല്ല. നമുക്ക് ഇടത്ത മലത്ത് നിർത്തേണ്ടവരല്ല, നമ്മൾ കഥാകൊണ്ട് ഇരിക്കാനുള്ളവരാ. ഈ നമ്മളിങ്ങനെ ചാരിറ്റി ചെയ്യുന്നവരല്ല. ചാരിറ്റി ചെയ്തല്ല ആരെയും വിശ്വാസം കൊണ്ടുവരേണ്ടത്, അങ്ങനെയല്ല കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവരാനും പാടില്ല. ചാരിറ്റി ചെയ്തല്ല വിശ്വാസം കൊണ്ടുവരേണ്ടത്. വീട് വെച്ച് കൊടുത്തോ അല്ലെങ്കിൽ ദാരിദ്ര്യം മാറ്റിയോ ജോലി വാങ്ങിച്ചു കൊടുത്തോ ഒന്നും അല്ല ആരെയും വിശ്വാസം കൊണ്ടുവരേണ്ടത്. വിശ്വസിക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് ചാരിറ്റി അല്ല, അത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിടുതല, രക്ഷപ്രാപിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ലേഖനങ്ങളിൽ പൗലോസ് റോമർക്ക് ലേഖന ഗലാത്യത്തിൽ പറയുന്നത്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നീതീകരണം ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. നീതീകരണം ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. അതാണ് റോമർക്ക് ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ കൂട്ടിക്കുഴച്ച് ചിന്തിക്കരുത്. എന്നാൽ യാക്കോബ് സ്വലം പറഞ്ഞിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സൽപ്രവർത്തികളിൽ മുൻപിൽ വരണം. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റാരുടെയും പ്രവൃത്തി കൊണ്ടല്ല. എന്നാൽ നാം വിശ്വസിച്ചത് ദൈവത്തിനായിരിക്കുന്ന കുഞ്ഞാടിന്റെ പ്രവൃത്തി നാം വിശ്വസിക്കുന്നു. ആ വിശ്വാസമല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ആത്മരക്ഷ വേണമെങ്കിൽ സൽപ്രവൃത്തി കൊണ്ടല്ല, പുണ്യപ്രവൃത്തി ചെയ്ത് അത് ഒരിക്കലും ആത്മാവിന് രക്ഷ നേടാൻ കഴിയത്തില്ല. പിന്നെ അത് ചെയ്തു കഴിഞ്ഞിട്ട് ദൈവം തള്ളിക്കളയത്തൊന്നുമില്ല. അവസാനം ദൈവം പറഞ്ഞിട്ടുണ്ട്, അവനവൻ ചെയ്തതിന് തക്കത് അവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം കരുണയുള്ളവനാ, തള്ളിക്കളയുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങളെ ദൈവം ഒരിക്കലും നിസ്സാരമായി കണക്കാക്കത്തുമില്ല. എന്നാൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ അതിനൊറ്റ മാർഗമേ ഉള്ളൂ, അത് കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. അവൻ ക്രൂശിൽ യാഗമായി തീർന്നതാണ് യഥാർത്ഥമായ പ്രവൃത്തി. ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നതിനെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. അതിലൂടെ അല്ലാതെ മാനവവംശത്തിന് രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാപികളായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ മറ്റൊരു മാർഗത്തിന് കഴിയത്തില്ല. ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ എവിടെയെങ്കിലും മലകളിൽ കയറിയതുകൊണ്ടോ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ ഒരു കാര്യമില്ല. പോയിട്ട് അതുപോലെ തന്നെ തിരിച്ചു വരും. എന്നാൽ യേശു ക്രിസ്തു കാൽവരി മലയിൽ കയറിയത് മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്നും അവന്റെ രക്തം ചീന്തിയത് എൻ്റെ പാപത്തിന് വേണ്ടി ഞാൻ വഹിക്കേണ്ട മരണം അവൻ വഹിച്ചുവെന്നും വിശ്വസിച്ച് അവന്റെ ക്രൂശമരണ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിനെയാണ് നാം വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം വൃഥാവിശ്വാസമല്ല. നമ്മുടെ വിശ്വാസം ഒരുവന്റെ പ്രവൃത്തിയിലാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും അധികമായി പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ദൈവമക്കളാണ്. ഏത് പ്രവൃത്തിയില? നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലല്ല, കുഞ്ഞാടിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന, യാഗമാറ്റുന്ന യേശുവിന്റെ യാഗത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും ഉത്തമമായ പ്രവൃത്തി ചെയ്യുന്ന ഏറ്റവും ധനമഹാത്മ്യമുള്ളവരായി തീർന്നത്. ദൈവത്തിന് ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമെന്ന് പറയുമ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എത്ര ധനമുള്ള കാര്യമാണെന്നറിയാം.
ഞാൻ ദൈവപുത്രന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നത്. അതിലാണ് ഇവിടെ പറയുന്നത് എങ്ങനെ നാം നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്. അതേക്കുറിച്ച് എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ഈ ഭാഗം നിർത്തും. കാരണം ഇത് മാത്രം എടുത്തു പോയാൽ വെളിപ്പാടോസം പഠിപ്പിക്കാൻ പറ്റത്തില്ല, ലേഖനങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് ഞാനിലേക്ക് പോകുന്നില്ല. 2-ാം അധ്യായം 8 അതിന്റെ 10 വരെ വാക്യം പറയുമ്പോൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ആകത്തുക എടുത്ത് പറയുക. ലേഖനങ്ങളെല്ലാം പറഞ്ഞിട്ട് സംശയങ്ങൾ മാറാൻ വേണ്ടി എഫേസ്യർക്ക് ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. എല്ലാത്തെ കൂടെ അരച്ചു കലക്കി ഒറ്റ വാക്യത്തിൽ സംക്ഷേപിച്ചു. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാൻ അവസാനം വായിച്ചത് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇതോടെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടാകും. അപ്പോൾ യഹോവയുടെ പുസ്തകം അന്വേഷിച്ച് വായിച്ചു അവയൊന്നും കാണാതിരിക്കുകയില്ല എന്ന് പറഞ്ഞത് യഹോവയുടെ ആത്മാവ് അത് കൂട്ടിച്ചേർത്തത്. അന്വേഷിച്ച് വായിച്ച് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഞാൻ ഈ ഭാഗം എന്താണ് പ്രവൃത്തി എന്നുള്ളത് വെളിപ്പെടുത്താൻ പോവുകയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകും എന്ന് പറഞ്ഞാൽ തന്റെ പുത്രനെ ലോകത്തിന് തന്നു. ലോകജാനസ്ത്രീ 3-ാം അധ്യായം 16-ാം വാക്യം, തന്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി തന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യമായിട്ടുള്ളത്. 3-ാം അധ്യായം 16-ാം വാക്യത്തിലെ ഗോൾഡൻ വേൾഡ് അതാണ്. നാം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി പിതാവാം ദൈവം ഏൽപ്പിച്ചെന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നമ്മൾക്ക് പ്രശംസയല്ല, സകല പ്രശംസയും കർത്താവിനാണ്. ഈ പ്രവൃത്തിയുടെ നമ്മൾ എന്തിനാ കർത്താവിനെ ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന അറിയാമോ? എനിക്കൊരു പേന കിട്ടിയനോ, ജീപ്പ് കിട്ടിയനോ, കാറ് കിട്ടിയനോ, അല്ലെങ്കിൽ വീട് കിട്ടിയനോ അല്ല സ്തോത്രം ചെയ്യേണ്ടത്. എപ്പോഴും സ്തോത്രം ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ആയിരിക്കണം. അങ്ങനെ ഞങ്ങൾ സ്തോത്രം ഒരിക്കലും മങ്ങിപ്പോകത്തില്ലാതിരിക്കത്തില്ല. ഈ സ്തോത്രം വരാത്തതിന്റെ കാരണം ഇതിന്റെ മൂല്യം അറിയാത്തതുകൊണ്ട്, ഇതിന്റെ വില അറിയാത്തതുകൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ലഭിക്കുമ്പോൾ ഭയങ്കര സ്തോത്രം ഹല്ലേലൂയൊക്കെ പറയും. എന്തെങ്കിലും കിട്ടാൻ വരുമ്പോഴത്തേനും പിന്നെ വായെല്ലാം അടച്ചു പിടിച്ചങ്ങ് പോകും. അതിന്റെ കാര്യം എന്നറിയാവോ? നമുക്ക് യഥാർത്ഥമായി കിട്ടിയതൊന്നും നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. 3-ാം അധ്യായം 16 യവനായ സുവിശേഷം നമ്മൾ പഠിച്ചതാണ്. എവിടെ നിത്യജീവൻ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമുക്ക് തന്റെ പുത്രനെ നൽകി. വെറുതെ നൽകുകയല്ലേ ചെയ്തത്, കാൽവരി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്റെ പുത്രനെ. രാത്രിയിൽ സന്ദേശം സ്തോത്രം ചെയ്യാൻ മടിക്കുന്നവരോടുള്ള എന്നോടും നമ്മളോടുള്ള സന്ദേശമാണ്. എന്തിനു ഞാൻ സ്തോത്രം ചെയ്യണമെന്ന് പലരും ചോദിക്കും. ഞാൻ പ്രാർത്ഥിച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ ഉപവസിച്ചിരിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, 15 ദിവസമായല്ലോ, ചെയിൻ ഫാസ്റ്റിംഗ് നടക്കാനുള്ള ഒന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ ഇതിനെ സ്തോത്രം ചെയ്യുന്നത്, ഇതിനെ സ്തോത്രം ചെയ്യേണ്ടത്, ഇതിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിനാ സ്തോത്രം ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ പിതാവാം ദൈവം തന്റെ പുത്രനെ നമുക്ക് നിത്യജീവന് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു. കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ആ സ്നേഹപ്രവൃത്തിയെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ചലിക്കാതിരിക്കാൻ കഴിയത്തില്ല. നാവ് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. കിടക്കുമ്പോൾ പോലും രക്ഷയെക്കുറിച്ചുള്ള, ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്തകളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഓർക്കാൻ സാധിക്കുമെങ്കിൽ വാ പൂട്ടുവാൻ സാധിക്കത്തില്ല. എപ്പോഴും സ്തോത്രത്തിൽ ജാഗരിപ്പാൻ കഴിയും. അതല്ല എങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ കടുക് പൊട്ടുന്ന പോലുള്ള ഒരു സ്തോത്രം മാത്രമേ വരികയുള്ളൂ. എന്നാൽ ഒരിക്കലും നിൽക്കാത്ത സ്തോത്ര സ്വരം നമ്മളൊന്ന് ഉയരണമെങ്കിൽ നിത്യജീവന്റെ വേദ മനസ്സിലാക്കി അത് പ്രാപിക്കാൻ വേണ്ടി, നമുക്ക് നൽകാൻ വേണ്ടി തന്റെ സ്വന്തം പുത്രനെ മനുഷ്യരൂപത്തിൽ അയച്ച അവനെ കാൽവരി കൊലക്കളത്തിൽ ഒരു മാംസപിണ്ഡമായി തൂക്കി അവന്റെ അവസാനത്തുള്ളി രക്തം വരെയും മനുഷ്യപാപത്തിന് വേണ്ടി ഒഴുക്കിത്തന്ന ദൈവ പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ആർക്കാണ് സ്തുതിക്കാൻ കഴിയാതിരിക്കുന്നത്? ആർക്കാണ് സ്തോത്രം ചെയ്യാൻ കഴിയാതിരിക്കുന്നത്? രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്യണം. കർത്താവേ,
അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നത് ഞങ്ങൾക്ക് മറന്നു കളയുവാൻ കഴിയത്തില്ലെന്ന് രാത്രി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, പ്രത്യാശയോടെ ഇരിക്കുന്നത് അങ്ങയുടെ പ്രവൃത്തി മുഖാന്തരമാ. അതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ ആ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അവിടെ പറയുന്ന കൃപയാലല്ലോ, കൃപയാലല്ലോ, പിതാവാൻ ദൈവത്തിന്റെ കൃപയല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ വലിയ വിലയുള്ളതാ, അർത്ഥമുള്ളതാ, അർത്ഥവ്യാപ്തിയുള്ളതാ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അത് ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നാം രക്ഷിക്കപ്പെട്ടത്, നിത്യജീവൻ പ്രാപിച്ചത് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റാരുടെയും പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ തന്ന ആ കൃപയിൽ ഞാൻ നിങ്ങളും വിശ്വസിക്കുന്നു. ദൈവം ദാനമായി തന്ന രക്ഷയുടെ പിമ്പിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്നറിയാമോ? രാത്രിയിൽ അതേക്കുറിച്ച് വിശദീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ കണ്ണിക്കൂടെ കണ്ണുനീർ കൂടെ വീഴും. യേശുവിനെ ഏൽപ്പിച്ചതിനെ കുറിച്ച് ചിന്തിച്ചാൽ സ്വർഗത്തിന്റെ മകുടമായിരുന്ന അവൻ ദൈവത്തോട് സമർത്ഥമുള്ളവനായിരുന്നു. നമുക്ക് വേണ്ടി താണലോകത്തിൽ ഒരു 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 സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അവൻ ഒതുങ്ങി, ഒരു സാധാരണ കുഞ്ഞായി ജനിച്ച് വളർന്ന് അവൻ തച്ചന്റെ മകനെന്ന് പറഞ്ഞ് നിന്ദിക്കപ്പെട്ട് അവനെ ഒരുപാട് നിന്ദിച്ചു, പരിഹസിച്ചു. ക്രൂശിൽ അവനെ ക്രൂശിച്ചു, അവിടെയും പരിഹസിച്ചു. എല്ലാ പരിഹാസങ്ങളും തുപ്പലെല്ലാം ഏറ്റത് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ശത്രുവിന് സകല ആയുധങ്ങളെയും പിതാവാം ദൈവത്തിന്റെ പുത്രൻ ക്രൂശിന്മേൽ ഒന്നൊന്നായി ക്രൂശിന്മേൽ അത് വെപ്പിച്ചു, ജയോത്സവം കൊണ്ടാടി. സാത്താന്റെ പ്രവൃത്തികളാണ് പരിഹസിക്കുക, അവന്റെ പ്രവൃത്തിയാണ് കൊല്ലുക, അവന്റെ പ്രവൃത്തിയാണ്, അവന്റെ ആയുധങ്ങളാണ് ഉപദ്രവിക്കുക, അപവാദം പറയുക. ഇതെല്ലാം ഒന്നൊന്നായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ എല്ലാം സാത്താന്റെ സകല ആയുധങ്ങളും കീഴ്വെപ്പിച്ചു. യേശു ക്രിസ്തു പരസ്യമായി അവൻ ജയോത്സവം കൊണ്ടാടി. ഒരു കൊടി മരം ഉയർത്തപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവോട് തൂങ്ങിക്കിടന്നപ്പോൾ അവിടെ ജയത്തിന്റെ കൊടിയായിരുന്നു, മനുഷ്യവംശത്തിന്റെ ജയത്തിന്റെ കൊടിയായിരുന്നു. ക്രിസ്തു പരസ്യമായി പ്രദർശിക്കപ്പെട്ടു. നമുക്ക് ഇതിലേഖനം വായിച്ചാൽ മതി. അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. രാത്രിയിൽ നിങ്ങൾക്ക് ആ കൊടി കാണുവാൻ സാധിക്കുമോ? യഹോവ നിസ്സി, യഹോവ എന്റെ കൊടി എന്ന് പറയുമ്പോൾ ജയോത്സവത്തിന്റെ ജയത്തിന്റെ കൊടി ക്രൂശിന്മേൽ, അതെ, യേശുവിനെ കാണുവാൻ സാധിക്കും. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല. അവർക്കെല്ലാം പരാജയത്തിന്റെ ക്രിസ്തുവിനെ കാണുവാൻ കഴിയത്തുള്ളെങ്കിൽ സുവിശേഷകരായിരിക്കുന്ന നമ്മൾ പ്രസംഗിക്കുന്ന, നാം വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ അവിടെ പിതാവാം ദൈവം ഭൂമിയുടെ മധ്യഭാഗത്ത് ഉയർത്തി ജയത്തിന്റെ കൊടിയാൻ യഹോവ നിസ്സിയായിരുന്നു. അവന്റെ അവസാനമുള്ള രക്തം വരെ തന്ന് ജയം നേടി, മരണത്തെ ജയിച്ചു. മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും അവന്റെ സകല പദ്ധതികളെയും തകർത്തുകളെ അവന്റെ തലയെ തകർത്തു. ആ യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്, ആ യേശുവിലാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, അങ്ങനെ നമ്മളെ രക്ഷിച്ചല്ലോ, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൈപ്പണിയായി നമ്മളെ സൃഷ്ടിച്ചു. നമ്മളെ കഥ പറഞ്ഞു, മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ മനുഷ്യനിൽ ദൈവം വസിക്കുന്നു. നാം അവന്റെ കൈപ്പണിയാണ്. മണ്ണുകൊണ്ട് അറുത്ത് മെനഞ്ഞപ്പോൾ അവിടെ തുടങ്ങിയ കൈപ്പണി മറ്റൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി ഉണ്ടായി. എന്നാൽ അവന് വസിക്കാൻ വേണ്ടി, അവന്റെ ആത്മ വസിക്കാൻ വേണ്ടി, അവന്റെ വിവേകം തേജസ് വസിക്കാൻ വേണ്ടി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചവൻ സ്വരൂപത്തെ സൃഷ്ടിക്കാൻ വേണ്ടി കൈപ്പണി അവൻ കൈകൊണ്ട് മണ്ണെടുത്ത് കുഴച്ച് അവന്റെ സ്വരൂപ സദൃശ്യത്തിൽ ഉണ്ടാക്കി ജീവന്റെ ശ്വാസവനെ ഊതി ഒന്നാമത്തെ മനുഷ്യൻ നിർത്തി. ഭൂമി ജീവിപ്പാളൊരു മനുഷ്യനെ ഉണ്ടാക്കിയെടുത്ത കൈപ്പണിയായിരുന്നു. സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞ കൈപ്പണി എന്നുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥമായി കൈകൊണ്ട് തന്നെ ഇറങ്ങി വന്ന ദൈവം പണിതെടുത്താണ് അവനിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം
യേശു ക്രിസ്തുവാകുന്ന യഥാർത്ഥമായ ശില്പി ലോകത്തിൽ വന്നത് നമ്മെ ഈ മണ്ണായിരിക്കുന്ന നമ്മെ അവൻ്റെ രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടി, കൊത്തുപണി ചെയ്തെടുക്കാൻ വേണ്ടി അവൻ നമ്മളെ മുക്കിയെടുത്തു, അവൻ്റെ രക്തത്തിൽ മുക്കിയെടുത്തു. ഇത് രാത്രി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുങ്ങപ്പെട്ടവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. പാപം നീങ്ങിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. നമ്മൾ പ്രത്യേകം ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് ലോകത്തിന് അത് ഭയമാണ്, സാത്താന് പേടിയാണ്. നമ്മെ മുക്കിയെടുത്തത് കുഞ്ഞാടിൻ്റെ രക്തത്തിലാ. അവൻ്റെ കൈപ്പണിയാണ്. അവൻ്റെ രക്തത്തിൽ മുക്കിയെടുത്ത, നമ്മെ ശുദ്ധീകരിച്ചെടുത്ത ആ രക്തത്തിന്റെ ചൂടടയാളം നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട്, അവൻ്റെ രക്തം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കണം, ആ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ഞാൻ കുളിച്ചത് കൊണ്ട്. അതുകൊണ്ട് അവനെ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ നിന്ന് പാടിയത്. അവൻ്റെ കൈപ്പണിയാ. സൃഷ്ടിതാവാം നല്ല ശില്പിയുടെ കൈപ്പണിയായിട്ടാണ് സകല ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രകളിൽ നിന്നും എല്ലാവരെയും അവൻ്റെ കൈപ്പണിയാക്കി തീർത്ത് അവൻ വസിക്കാൻ വേണ്ടി, അവൻ ആത്മാവസിക്കാൻ വേണ്ടി, തേജസ്സിന്റെ മക്കളാക്കി തീർക്കാൻ വേണ്ടി നമ്മളിൽ പകർന്നിരിക്കുന്ന ആ കൈപ്പണിയായിരിക്കുന്ന കഥ പറഞ്ഞു. മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളുടെയും വസ്ത്രം ചെയ്യുന്നില്ലെന്നാൽ അവന്റെ കൈപ്പണിയായി തീർന്ന സഭയിൽ യേശു വസിക്കുന്നു, അവന്റെ ആത്മാവ് വസിക്കുന്നു. കൊണ്ടാ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ വസിച്ചിട്ട് അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവർത്തി ചെയ്യാൻ വേണ്ടിയാണ്. ഇത് മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നമ്മളൊന്നും ചെയ്യാത്തവരാണെന്നല്ല. പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നവരല്ല. പ്രാർത്ഥിക്കുന്നിടത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. സൽപ്രവൃത്തിയെ ചെയ്യാവുള്ളൂ, ദുഷ്പ്രവൃത്തി ചെയ്യാൻ പാടില്ല. നമുക്ക് പരിമിതമായ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് പറഞ്ഞത്, ഇപ്പം ചിലരിപ്പം ബുദ്ധിമുട്ടുള്ള കാര്യം, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, സൽപ്രവൃത്തി ചെയ്യണം. അതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. റോമർക്ക് ലേഖനത്തിൽ, അതുപോലെ ഗലാത്യ ലേഖനത്തിലൊക്കെ പറഞ്ഞതിൻ്റെ ആകത്തുക, പ്രവൃത്തി കൊണ്ട് ആരും രക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ പ്രവൃത്തി കൂടാതെ വിശ്വാസവുമില്ല എന്ന് പറയുമ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി മുഖാന്തരമായി രക്ഷിക്കപ്പെട്ടു. ദിവസങ്ങളിൽ പ്രവൃത്തിയില്ലാത്ത, നിർജ്ജീവമല്ലാത്ത പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവർ മാത്രമായിരിക്കരുത്. ഏറ്റവും വലിയ പ്രവൃത്തിയാണ് സുവിശേഷീകരണം. നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. രണ്ടുപേര്, ഞാൻ പറഞ്ഞത് എല്ലാവരും വിചാരിക്കുന്ന സാമ്പത്തികം കൊടുക്കുന്നതാണ് പ്രവൃത്തി. അതല്ല, വസ്തു എഴുതി കൊടുക്കുന്നതല്ല. അത് വേറൊരു കാര്യം. പക്ഷെ ഏറ്റവും വലിയ പ്രവൃത്തി മറ്റ് ആരെയെങ്കിലും ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെല്ലാവോളം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ സൽപ്രവൃത്തി. ബാക്കിയുള്ളതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ റെസിഡന്റ് അസോസിയേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവർ, രോഗികൾക്ക് സൗഖ്യം, അവരെ ചികിത്സിക്കാനുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മളൊരിക്കൽ ചാരിറ്റിയിലല്ല വരുന്നത്. നമ്മൾ ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുക. എന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്, അത് ദൈവത്തിൽ ഏൽപ്പിച്ച് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി വായിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് പ്രവൃത്തി എന്നുള്ളതിൻ്റെ കാര്യകാരണ സഹിതം ലേഖനങ്ങളുള്ള ബന്ധത്തിൽ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ മെനക്കെടുന്നില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാൻ കഴിയത്തില്ലോ. എന്നാൽ ഇത് മനസ്സിലാക്കേണ്ടതായതുകൊണ്ട് അതിനെ ഒന്ന് വെളിപ്പെടുത്തി കൊണ്ടുപോകേണ്ടത് ദൈവാത്മാവിൻ്റെ ഹിതമായതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഇന്ന് രാത്രി സംസാരിച്ചത്. എനിക്ക് എൻ്റെ യേശുവിനെ പ്രസംഗിക്കാതിരിക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താതിരിക്കാൻ കഴിയും. വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ കഥ പറയുക, നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ജീവനുള്ളവനെന്ന്, നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇവര് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ മറന്നുപോയി, ദൈവം ചെയ്ത പ്രവൃത്തിയെല്ലാം മറന്നുപോയി. അതുകൊണ്ട് തുടർന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും, ഇവർ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ മറന്നു കഴിഞ്ഞാൽ, അവരുടെ യാഗത്തെ മറന്നു കഴിഞ്ഞാൽ, നമ്മൾ എന്തെല്ലാം ചെയ്താലും സ്വർഗീയ സന്നിധിയെല്ലാം നിർജീവമാണ്. ക്രിസ്തുവിനെ മറന്നുള്ള, ദൈവത്തെ മറന്നുള്ള നമ്മുടെ പ്രശംസയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിർജീവങ്ങളാണ്. എന്നാൽ നാം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുമെങ്കിൽ അതാണ് യഥാർത്ഥമായ സൽപ്രവൃത്തി. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സംബന്ധമായി ആർക്കെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നമുക്ക് സംസാരിക്കാം. പക്ഷെ അതല്ല, ഈ ഭാഗം നമുക്ക് അറിയാമെങ്കിലും ഒന്ന് ഓർപ്പിച്ചുണർത്തുകയാണ് ചെയ്തത്. രാത്രി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഉള്ളതുകൊണ്ട് എന്താണ് പ്രവൃത്തി, എന്താണ് സൽപ്രവൃത്തി, എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്, എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. എപ്പോഴും സ്തോത്രം ചെയ്യണം. എന്തിനാ സ്തോത്രം ചെയ്യേണ്ടത്? കാൽവറി ക്രൂശിനെ ഓർത്താൽ മതി. യേശു യാഗമാറ്റുന്ന ജയത്തിന്റെ കൊടി ഉയർത്തിയ ക്രിസ്തുവിനെ ഓർത്താൽ മതി.
നമുക്ക് വേണ്ടി ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഞാൻ അതിനോട് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ദൈവസഭയിൽ കാണപ്പെടണം, അതല്ല എങ്കിൽ സഭ നിർജീവമായി പോകും. നമ്മൾ സൽപ്രവൃത്തി ചെയ്യണം. ഇന്ന് പുതിയതായിട്ട് ഒരാൾ വന്നാലൊന്ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുക്കാനുള്ള മനോഭാവം ഇല്ലാത്തവരാ സഭകളിലുള്ളത്, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? കാറേ പോകും, വേണേൽ രണ്ടുപേരെ കൂടെ കൊണ്ടുപോകാം, ഒന്ന് കയറ്റി പോലും ഇരുത്തത്തില്ല. കാരണം അവിടെ കാറ് മുഷിയും. അങ്ങനെയാണോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ദാനധർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരാളെ കൂടി കൊണ്ടുപോകാമെങ്കിൽ കൊണ്ടുപോകുക. ഒരാളെ പുതുതായിട്ട് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കുക, കൊണ്ടുവരിക. അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കുക. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ സൽപ്രവർത്തികൾ ചെയ്യണം. പക്ഷെ വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയല്ല, നമ്മുടെ സ്നേഹം പ്രദർശിപ്പിക്കണം. എന്താ പറഞ്ഞത്? നമ്മളെ ദൈവം സ്നേഹിച്ചില്ലേ? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. നമ്മളെ കൂടി ചെയ്യാവുന്നത് നമ്മൾ ചെയ്യണം. ഞാൻ ഉദാഹരണം ഒന്നും പറഞ്ഞു പോകുന്നില്ല, പറയാനാണെങ്കിൽ ഒരുപാട് ഉദാഹരണമൊക്കെ ഉണ്ട്. പക്ഷെ പറയുന്നില്ല, കാരണം അത് ശരിയല്ല, പറയുന്നത് ശരിയല്ല. മലന്ന് കിടന്ന് തുപ്പാൻ പാടില്ലല്ലോ, ശരിയല്ല, അതുകൊണ്ട് പറയുന്നില്ല. നമുക്ക് ഒരുപാട് തെറ്റുണ്ട് പ്രിയപ്പെട്ടവർ, നമുക്കൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട്. ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യത്തില്ല, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെയ്യാൻ പറ്റുന്ന പല സന്ദർഭങ്ങളിലും ചെയ്യാതെ പോകുന്ന, കണ്ണടച്ച് പോകുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെയാകാൻ പാടില്ല എന്ന് രാത്രിയിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് മാറുകയാണ്. അപ്പോൾ സഭയെക്കുറിച്ച് പൊതുവായ വിലയിരുത്തലിൽ കർത്താവ് പറഞ്ഞു, നിനക്ക് പേരുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ നിനക്ക് ജീവനില്ല. അതിൻ്റെ കാരണം ഇതാണ്, ക്രിസ്തു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള അവർക്ക് അറിയാൻ കഴിയാതെ പോയി, കുറച്ച് മറന്നുപോയി. എന്താണ് പ്രാപിച്ചെന്ന് മറന്നത്, അതിലേക്ക് നമ്മൾ വരുന്നത്. സഭയിലെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടത്. കണ്ടിന്യൂഷനാണ്. കുറവായിട്ട് പറഞ്ഞു, നീ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പൂർണ്ണതയുള്ളതല്ല. നീ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്. അങ്ങനെയല്ലേ? പറയണോ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നുള്ളത്? എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത്? വാർഷിക കൺവെൻഷനുണ്ട്, മാസയോഗങ്ങളുണ്ട്, അതെല്ലാം പരിപാടി നമുക്കൊണ്ട് വേണം, ഇതെല്ലാം വേണം, ആവശ്യമാണ്. ഇതെല്ലാം വേണം, നമുക്ക് ആവശ്യമാണ്, എല്ലാം നമുക്ക് വേണം. കലണ്ടർ അനുസരിച്ചുള്ള ഷെഡ്യൂൾഡ് പ്രോഗ്രാമുണ്ട്, നമുക്കുമുണ്ട്. രാവിലത്തെ പ്രാർത്ഥനയുണ്ട്, വൈകിട്ടത്തെ പ്രാർത്ഥനയുണ്ട്, മാസത്തിലെ ആദ്യ പ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന മുതൽ പ്രാർത്ഥനമാണ്. നമ്മൾ പ്രാർത്ഥനയാണല്ലോ, പ്രാർത്ഥനക്കാരാണല്ലോ, പ്രാർത്ഥനയോട് പ്രാർത്ഥന. അപ്പം അതുകൂടാതെ നമ്മളിപ്പം ഈ മാസം മുഴുവൻ പ്രാർത്ഥിക്കുക, ഏറ്റവും നല്ലതാണ്. പക്ഷെ അത് പേരുണ്ടാകാൻ പാടില്ല. ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായിരിക്കണം. അപൂർണമായി അഥവാ അമുഖ്യമായ പ്രവൃത്തിയാണ് സർദീസിൽ സഭ ചെയ്തുകൊണ്ടിരുന്നത്. അവരെല്ലാം ചെയ്തു പോകുമായിരുന്നു, പക്ഷേ അതിനകത്തൊന്നും ദൈവത്തിന് പ്രസാദം വരുന്നതായിട്ട് കണ്ടില്ല. ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തു പോകുന്നുണ്ട്. അവർക്ക് നല്ലൊരു പേർ ലഭിച്ചതോടെ അതിൽ ആശ്രയിച്ച് സഭ ഉറങ്ങിപ്പോയി. അതിനാൽ അവരുടെ പ്രവൃത്തി തികഞ്ഞ ജാഗ്രത ആയിരുന്നില്ല അവർ ചെയ്തിരുന്നത്. പാതി മയക്കത്തിൽ ചെയ്യുന്ന പ്രവൃത്തി അപൂർണമായിരിക്കും. നമുക്കറിയാമല്ലോ, നല്ല ഉറക്കത്തിൽ ആരെങ്കിലും എഴുന്നേൽപ്പിച്ച് കഥ തുറക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ കഥ തുറന്നില്ലയോ എന്ന് തന്നെ അറിയത്തില്ല. അങ്ങനെ അവസ്ഥയില്ല. എന്ന് പറഞ്ഞാൽ അത് കയ്യൊന്നും ഉയരത്തില്ലല്ലോ, ഉറക്കമല്ലേ, അല്ലേ? ഉറക്കമാണ്. അത് പാതി മയക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, അപൂർണമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നല്ല ഉറക്കത്തിൽ പോയി കഥ തുറക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ കഥേൻ്റെ അടുത്ത് പോയി തുറക്കുന്ന അത് പലപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഉറക്കത്തിലാണ്, കൈ ബലം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള പ്രവൃത്തികൾ പാതി മയക്കത്തിലാണ്. വെളിയിൽ നിൽക്കുന്ന ആൾ നന്നായി വിളിച്ച് കൊച്ചയൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഉണർന്നു കഴിയുമ്പോഴേ ആ കുറ്റിന്ന് എടുക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ അനുഭവമുള്ളവർക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ ഒരാൾ എവിടെയും പോയി രാത്രി വരുമ്പോൾ നമ്മൾ നല്ല ഉറക്കത്തിലാണെങ്കിൽ ഒരു ബെല്ലടിച്ച് നമ്മൾ പോയി കഥ ഉറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കഥ പെട്ടെന്ന് ഉറക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൈ തപ്പി തടഞ്ഞ് പതിയെ വരുമ്പോൾ പിന്നെ ഇവർ പിന്നെ ശക്തമായിട്ട് നമ്മളെ ഉണർത്തുമ്പോൾ മാത്രമേ പൂർണ്ണ അകത്ത് ആൾ വരാൻ വേർത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ സർദീസിലെ സഭയിൽ സംഭവിച്ചത്, സാത്താൻ അവിടെ പ്രയോഗിച്ച തന്ത്രം സഭയെ ഉറക്കിക്കളഞ്ഞു. അത് നിമിത്തം സഭാപ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ പേരിനും മാത്രം. അതിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നാണ് ഇവിടെ അവരുടെ കുറവായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ സർദീസ് സഭയോട് മാത്രമല്ല,
പേരിന് വേണ്ടി ഒരു ആരാധനയും പേരിന് വേണ്ടിയുള്ള മീറ്റിംഗുമാണോ നാം നടത്തി വരുന്നത്? നമ്മുടെ ഷെഡ്യൂൾഡ് പ്രോഗ്രാമുകൾ അങ്ങനെയാണോ? കഥാ പറഞ്ഞു, എനിക്കത് പ്രസാദമില്ല. എനിക്ക് പ്രസാദമുണ്ടാകുന്നത് നിന്റെ ഷെഡ്യൂൾഡ് പ്രോഗ്രാം വേണം, നല്ലതാ, പക്ഷേ അതിനകത്ത് ജീവൻ വേണം. കർത്താവ് ആഗ്രഹിക്കുക. പ്രശ്നപരിഹാരമായി കർത്താവ് പറഞ്ഞു. അതോടെ വായിച്ചാലേ ബാക്കിയുള്ളത് മനസ്സിലാക്കുള്ളൂ. അത് പ്രസംഗിക്കണം. അതോടെ പറഞ്ഞാൽ ഇന്ന് ഇതിന് വിരാമം ഇടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുന്നത്. മൂന്നാമത്തെ അതിൻ്റെ 2-3 വാക്യങ്ങൾ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? ഇവർ മറന്നുപോയി. എന്താ മറന്നുപോയതെന്നറിയാവോ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും കേട്ടതും മറന്നുപോയി. കഥ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ വന്ന സംഭവം ഇതാ, നീ മറന്നുപോയി. നിന്നെ സാത്താൻ മയക്കിക്കളഞ്ഞു, ഉറക്കിക്കളഞ്ഞു. അപ്പോൾ അതിനെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനെ മാറ്റിയെടുക്കാൻ കഥ പറഞ്ഞു, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്തെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഇപ്പം ഉറങ്ങിപ്പോയാൽ ഉണർത്താനുള്ള ഒറ്റ മാർഗം മാനസാന്തരമാണ്. അതെന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് ഇവിടെ ദൈവാത്മാവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരം. എങ്ങനെയെന്നോർത്ത്. നീ പ്രാപിച്ചിട്ടുണ്ടല്ലോ, നീ കേട്ടിട്ടുണ്ടല്ലോ, അത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും. ഇതേക്കുറിച്ച് എടുക്കണമെങ്കിൽ നല്ലൊരു പഠനം നമുക്ക് ആവശ്യമാണ്. ഞാൻ വേഗത്തിൽ നാം കൂടെ ഓർപ്പിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് നാം പ്രാപിച്ചത്? എന്താണ് നാം പ്രാപിച്ചത്? നമ്മൾ നേരിട്ടുള്ള ക്ലാസ് ആയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിന് സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ ചോദിക്കും, നമ്മൾ എന്താ പ്രാപിച്ചത്? നാം പ്രാപിച്ചു, രക്ഷ പ്രാപിച്ചു. രക്ഷ പ്രാപിച്ചു. അതെങ്ങനെയാ രക്ഷ പ്രാപിച്ചത്? നീ അത് ഓർക്കണം. അതാണ് മുമ്പേ ആദ്യം പറഞ്ഞത്. ഈ രക്ഷ പ്രാപിച്ചത് എങ്ങനെയാണെന്ന് നീ ഓർത്താൻ നീ ഒരിക്കലും ഉറങ്ങത്തില്ല കുഞ്ഞെ. ഉറങ്ങാൻ പറ്റത്തില്ല. യേശു കാൽവറിയിൽ യാഗമായി തീർന്ന ഉറക്ക നിലവിളിയോടെ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി പ്രാണനെ വെടിഞ്ഞത് നീ ഓർത്തു കഴിഞ്ഞാൽ നിനക്ക് മറക്കാൻ കഴിയത്തില്ല. എന്നാൽ സാത്താൻ മറപ്പിച്ചു കളഞ്ഞു. സർവീസിനെ മറന്നു കളയിപ്പിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്കിതെല്ലാം കിട്ടി, നന്മയെല്ലാം കിട്ടിയപ്പോൾ ഇവര് കർത്താവ് ചെയ്ത പ്രവൃത്തി എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടെന്നുള്ളത് അവർ മറന്നു പോകുവാനിടയായി തീർന്നു. ഒരു യാന്ത്രികമായിരിക്കുന്ന വിശ്വാസിയായി മാറി, ഒരു സഭയായി മാറി. ഇതിന്റെ പിമ്പിൽ പ്രവർത്തിച്ച ദൈവപ്രവൃത്തിയെ മറന്നുപോയി. നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോഴൊക്കെ അത് ഓർത്തതാ. കുഞ്ഞാടിന്റെ കാൽവരിയെക്കുറിച്ച് ഓർത്ത് കർത്തമേശയിലൊക്കെ ഓർക്ക് നല്ലതാ. യാന്ത്രികമായി ഇപ്പം അതിനൊന്നും സമയമില്ലല്ലോ, യാന്ത്രികമായി പോകുന്നത്. അതുകൊണ്ട് അവർ അയക്കുന്നത്, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്ന സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. നാം എന്താണ് പ്രാപിച്ചത്? രക്ഷ പ്രാപിച്ചു. ദൈവത്തിന്റെ ദാനം രക്ഷ. 2, നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. 3, നാം വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. എന്താ നാം കേട്ടത്? വേഗത്തിൽ ചുരുക്കമായി പറയുക. അത് 3 കാര്യങ്ങൾ മനസ്സിലാകാം. നമുക്കറിയാമല്ലോ, നിങ്ങൾക്കത് ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ഓർപ്പിച്ചുണർത്തുകയാണ്. പത്രോസ് പറഞ്ഞ പോലെ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ദൂത് ഇത് എല്ലാ സഭകളും കിട്ടിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇവരെപ്പോഴും ഓർപ്പിക്കുമായിരുന്നു. ഇന്ന് ദിവസം നമ്മൾ ഓർപ്പിക്കുമ്പോൾ ആവർത്തന വിരസതയല്ലത്, ഓർപ്പിച്ചുണർത്തേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മൾ ഉറങ്ങിപ്പോയെങ്കിൽ ഉണർത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം, നമ്മൾ എന്താ പ്രാപിച്ചത്? അതെങ്ങനെയാ പ്രാപിച്ചത്? നാം രക്ഷ പ്രാപിച്ചത് എങ്ങനെയാ? ഇന്ന് രാത്രി പറയാം. കുഞ്ഞാടി, അങ്ങ് അറുക്കപ്പെട്ടു, രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. അത് ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നു, ഉള്ളം തുടിക്കുന്നു. എനിക്ക് അങ്ങയെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന്
എത്ര പേർക്ക് ഹൃദയം തുറന്ന് രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നാം പലപ്പോഴും ഉറങ്ങിപ്പോകുവാൻ കാരണം സർദീസ് സഭ പലതും പ്രാപിച്ചത് മറന്നുപോയി. അവർ പ്രോഗ്രാമിന്റെ ബിസിയിലായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നു. പക്ഷേ രക്ഷ എങ്ങനെയാ ലഭിച്ചെന്നുള്ളത് മറന്നുപോയി. ഇന്ന് ഞാൻ എന്തെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നേടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വന്തമായിട്ടുള്ളതല്ല. കർത്താവേ, അങ്ങയുടെ ദാനമാണ്. അങ്ങ് കാൽവരി കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി പങ്കപ്പാടേറ്റത് കഷ്ടത കൊണ്ടാണ് ഞാൻ രക്ഷ പ്രാപിച്ചത്. എങ്ങനെയെന്ന്, ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻ, എങ്ങനെയാണ് രക്ഷ പ്രാപിച്ചതെന്ന് ഓർത്താൽ നാം ഒരിക്കലും ഉറങ്ങത്തില്ല. ഉണർവുള്ള വിശ്വാസിയായിരിക്കും. സഭയെ ഉണർത്തുകയാണ്. ഇന്നത്തെ സഭകളെ ഉണർത്തുവാൻ ദൈവാത്മാവിന്റെ ദൂത് ശക്തമായി വ്യാപരിക്കുന്നു. സഭയോട് പഠിപ്പിക്കുമ്പോൾ പറയുക, നീ പ്രാപിച്ചതും കേൾക്കുകയും ചെയ്തത് എങ്ങനെ, ഇതൊരു പ്രസംഗ വിഷയമാ, എങ്ങനെയെന്ന് ഓർത്ത് പ്രസംഗ വിഷയം ഞാൻ പ്രസംഗിക്കാനുള്ള വിഷയം എന്നല്ല എൻ്റെ അർത്ഥം, ജീവിക്കാനുള്ളതിൻ്റെ മാർഗമാ പ്രസംഗങ്ങൾ. അല്ലാതെ എനിക്ക് 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ വേണ്ടി ഒരു വിഷയ സബ്ജക്റ്റ് കിട്ടിയെന്നല്ല. എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ നമുക്ക് ഉണരാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ സബ്ജക്റ്റ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാം. പരിശുദ്ധാത്മാ വിഷയം നമുക്ക് ലഭിച്ചതിന് കാരണം എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അത് ലഭിച്ചെന്നറിയാം. എങ്ങനെ ലഭിച്ചത് എങ്ങനെയാ? നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നാം നല്ലവരെന്ന് കണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അറിഞ്ഞാണ് ദൈവം പരിശുദ്ധാത്മാ നൽകി. മറന്നു പോകരുത് കേട്ടോ. നമ്മളെ കർത്താവ് നീതീകരിച്ച് ഹൃദയങ്ങളെ നോക്കി കൊള്ളാമെന്ന് കണ്ടുകൊണ്ടാണ് അഭിഷേകം തന്നത്. നിവാശരാധനയ്ക്ക് പറയുന്ന കർത്താവേ, നീ എന്നെ ശുദ്ധീകരിച്ച്, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് അങ്ങയുടെ ദിവ്യാത്മാവിനെ എന്നെ തരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല കർത്താവേ. അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ കൃപയാണ് രക്ഷ, അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ അഭിഷേകം, അങ്ങയുടെ കൃപയാണ് കർത്താവേ. വാഗ്ദത്തങ്ങളെ ദൈവം നമുക്ക് തന്നു, പ്രാപിച്ചു. ആ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു, ദൈവമക്കളായി തീർന്നു. നിരവധി വാഗ്ദത്തങ്ങളെ നമ്മൾ പ്രാപിച്ചു. നമ്മൾ എന്താ കേട്ടതെന്ന് കൂടി പറഞ്ഞ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. നാം ഒരുപാട് പ്രസംഗം ചെയ്ത് നമ്മൾ പ്രാപിച്ചതാ. നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളത് മറന്നു കളഞ്ഞവരാണോ? എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചത്? വിശ്വാസം എന്നിട്ട് എന്താ പ്രാപിച്ചത്? വിശ്വാസം നമ്മൾ എന്ത് പ്രാപിച്ചു? ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? നീ വിശ്വാസം എന്ത് പ്രാപിച്ചെന്ന് ചോദിച്ചാൽ ധൈര്യപൂർവ്വം നെഞ്ചത്ത് കൈവച്ച് പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ടു. എനിക്ക് പരിശുദ്ധാത്മാവിനെ, അമൂല്യമായ പരിശുദ്ധാത്മാവിനെ ഡിപ്പോസിറ്റായി എൻ്റെ ഹൃദയത്തിൽ തന്നു. എനിക്ക് ഏറ്റവും അമൂല്യമായ വാഗ്ദത്തങ്ങൾ ദൈവം തന്നു. ഇവിടമല്ല എന്നുള്ളത് എനിക്ക് ദൈവം തന്ന വാഗ്ദത്തമാ. എനിക്കൊരു പൗരത്വം ദൈവം തന്നു. അങ്ങനെ വിവിധ വിഷയങ്ങൾ ദൈവം തന്നു. എന്താ നമ്മൾ കേട്ടതെന്താണ്? രാത്രി നാം കേട്ടതെന്താണെന്ന് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവ് വരുമെന്നാണ്. അല്ലേ? എത്രയോ നാളുകളായി കേൾക്കുന്ന കാര്യമാ യേശു കർത്താവ് വരുമെന്നുള്ളത്. അവൻ മധ്യാകാശത്ത് വന്ന് സഭയെ എടുക്കുമെന്നുള്ളത് നാം കേൾക്കുന്നത്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഈ യേശു ക്രിസ്തുവിന്റെ രക്ഷാ പ്രവൃത്തിയെക്കുറിച്ചും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ തന്നതിനെക്കുറിച്ചും അതേ വാഗ്ദത്തങ്ങളെക്കുറിച്ചും അത് ലഭിച്ചതിനെക്കുറിച്ചും എങ്ങനെയാ നാം വിശ്വാസിക്ക് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാമെങ്കിൽ ഉറങ്ങാതെ രാത്രി മുഴുവൻ സ്തോത്രം ചെയ്യുവാൻ കഴിയും. എന്താ പറയുക? കേട്ടത് മറന്നു കളയാതെ കാത്തുകൊള്ളണം. എന്താ കേൾക്കുന്നത്? എന്താ എല്ലാ ദിവസവും കേൾക്കുന്നത്? എന്താ? യേശു വരും. മധ്യാകാശത്ത് തന്റെ സഭയെ ചേർക്കുവാൻ വരും. തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ, ജയാളികളെ ചേർക്കുവാൻ യേശു വരുമെന്നുള്ളതാ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കർത്താവ് പറഞ്ഞു, നീ മറന്നു കളയാതെ കാത്തുകൊള്ളണം. രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ സർവീസ് സഭയെ ഉണർത്താൻ വേണ്ടി ദൈവം പറഞ്ഞത്, ആകയാൽ നീ പ്രാപിക്കുകയും നീ കേൾക്കുകയും എന്തെന്ന് ഓർത്തുകൊണ്ട് ദിവസങ്ങളിൽ ഉണർത്തപ്പെടുവാൻ സന്ദേശം ദൈവസഭയ്ക്ക് അയക്കുകയാണ്. ദിവസങ്ങളിൽ പ്രാപിച്ചതിനെ ഓർക്കാം. ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നതിനെ ആവർത്തിച്ച് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് യേശു വരുവാൻ സമയമായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ കേട്ടതിനെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ കർത്താവിന് വരാൻ വേണ്ടി ഒരുക്കപ്പെടുവാൻ രാത്രി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാപിച്ചത്, ഞങ്ങൾ കേൾക്കുന്നത്, ബാക്കിയുള്ളവർക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. ന്യായവിധിയെക്കുറിച്ച്, നിത്യനരകാഗ്നിയെക്കുറിച്ച് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങൾ ഒരൊറ്റ സന്ദർഭം, അതൊക്കെ വരാനുള്ളത്, നമ്മൾ കേട്ടതൊക്കെ സംഭവിക്കാനുള്ളത്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷേ രാത്രിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാപിച്ചത് രക്ഷിക്കപ്പെട്ടു, നാം രക്ഷ പ്രാപിച്ചു, അഭിഷേകം പ്രാപിച്ചു, നല്ല വചനം പ്രാപിച്ചു, അതേ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. നാം ദൈവമക്കളായി തീർന്നു. നമുക്ക് പിതാവാൻ ദൈവം തൻ്റെ പുത്രനുള്ളതെല്ലാം നമുക്ക് നൽകി ദൈവം നമ്മളെ വീണ്ടെടുത്തു. അത് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
നാം ഈ ലോകത്തിലുള്ളവരല്ല. യേശു വന്ന് നമ്മളെ വേഗം ചേർക്കും. നമ്മുടെ ആത്മാവോളം വരുവാൻ സമയമായെന്ന് പരിശുദ്ധമാവ് ഓർപ്പിച്ചുണർത്തുമ്പോൾ ഇന്ന് സന്ദേശം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ അത് സത്യസഭയോട് നീ ഉറങ്ങിപ്പോകാൻ കാരണം നീ ഇതെല്ലാം മറന്നുപോയത് കൊണ്ടാണ്. നീ രക്ഷിക്കപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചതും അതെ നീ വാഗ്ദത്തം പ്രാപിച്ചതും ഒക്കെ ഒരു കാലത്ത് നീ ഓർത്ത് സ്തോത്രം ചെയ്ത കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്റെ പാട്ട് മങ്ങിപ്പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് ഷെഡ്യൂൾഡ് പ്രോഗ്രാമായി പോയി, ഇതെല്ലാം നീ മറന്നു, നീ ബിസിയായി പോയി, നിനക്ക് പേരുണ്ടായി, പക്ഷേ നിനക്ക് ഇതിൻ്റെ അകത്ത് വിശ്വാസമില്ലാതായി പോയി, നിന്റെ പ്രവൃത്തി ഇല്ലാതായി പോയി, സൽപ്രവൃത്തി ഇല്ലാതായി പോയി. ഷെഡ്യൂൾഡ് പ്രോഗ്രാമിൽ ബിസിയായി പോകാതെ ദിവസങ്ങളിൽ ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുവാൻ, ജീവിതങ്ങൾ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുവാൻ, ഈ സന്ദേശം സമർപ്പിക്കപ്പെടും. ദൈവാത്മാവ് ക്ഷേമിക്കുക. നാം കേൾക്കുന്നത് എന്താണ്? നാം കേൾക്കുന്നത് യേശു കർത്താവ് വരുമെന്ന്. എത്ര പേർക്ക് ഒരുക്കപ്പെടുവാനുള്ള സന്ദേശം ഇന്ന് രാത്രി നമ്മളോട് പറയുമ്പോൾ സമർപ്പിക്കാൻ കഴിയും. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഓർപ്പിച്ചുണർത്തുന്നത് എൻ്റെ സന്ദേശത്തിന് മുഖ്യ സന്ദേശം യേശു കർത്താവിൻ്റെ വരവാണ്. കാരണം അത് വായിക്കുകയും പഠിപ്പിക്കുകയും അതിൻ്റെ അകത്ത് അത് ഉണ്ട്. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്, അത് കേൾക്കുന്നതാണ്. രാത്രിയിലും നമുക്ക് പറയാം കർത്താവ് വരുമെന്ന്. അത് നാം കേൾക്കാൻ തുടങ്ങി. അത് വിശ്വാസി വന്നത് അന്ന് മുതൽ, അതിന് മുമ്പ് കേൾക്കുന്നതാ. 2000 വർഷമായി പറഞ്ഞിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യേശു മധ്യാകാശത്ത് വന്ന് തൻ്റെ സഭയെ ചേർക്കുമെന്ന് വിശ്വാസമുള്ളവർ മാത്രം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് മാനസാന്തരപ്പെട്ടത് കാത്തുകൊള്ളുവാനുള്ള ദൂത് നമ്മെ ദൈവാത്മാവ് അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മൾ വലിയ വൻ മാറ്റങ്ങളെ വരുത്തുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ കടങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്ത കർത്താവെ, നീ ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ദിവസങ്ങൾ ഉണർവുള്ളവരായി അത് എപ്പോൾ സംഭവിച്ചാലും അങ്ങനെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ വേണ്ടി എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സഭയ്ക്ക് വേണ്ടി ദിവസം പ്രാർത്ഥിക്കുമെന്നുള്ള തീരുമാനത്തോടെ ആയിരിക്കാം. ദൈവമായി കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.